ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് ടുമാറോ, അതായത് 21st ഓഫ് വെനസ്ഡേ ഈ മാസം ഓഗസ്റ്റ്, ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ്റെ ഹാളിൽ ഒരു ഷോർട്ട് പ്രസൻറ്റേഷൻ, ഷോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ 30 മിനിറ്റ്സിന് മുകളിൽ എടുത്തേക്കും. എന്നാലും അവിടെ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ പറയേണ്ടതെന്നുള്ളത് ഒന്ന് ഷോർട്ടായിട്ട് വൈഡർ റീച്ചിന് വേണ്ടി, എന്താ വെച്ചാൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ എറണാകുളത്ത് നിന്നുള്ള. അപ്പോൾ അത് കുറച്ചും കൂടി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് മെയിൻലി 2024 നവംബർ 1 തൊട്ട് അടുത്ത വർഷം 25 ഒക്ടോബർ 31 വരെ വരാൻ പോകുന്ന പുതിയ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ ഹെൽത്ത് ഇൻഷുറൻസ്, ടൈലർ മെയ്ഡ് ഹെൽത്ത് ഇൻഷുറൻസ് പാക്കേജ് ഫോർ റിട്ടയറീസിൻ്റെ ആ പാക്കേജിനെ പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത്. എന്തായാലും ഭാഗ്യവശാൽ ഇക്കൊല്ലം എംപ്ലോയി പോളിസിയും റിട്ടയറി പോളിസിയും കൂടി ക്ലബ് ചെയ്തിട്ടുണ്ട്. അത് ക്ലബ് ചെയ്യുന്നത് നല്ലതാണ്. ആ ഏജിൻ്റെ ഉള്ള ഡിഫറൻസ് എല്ലാം കുറച്ചൊക്കെ കുറഞ്ഞ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എന്തായാലും ടെക്നിക്കൽ സ്റ്റഡി എല്ലാം കഴിഞ്ഞാലേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എന്തായാലും അത് നടക്കട്ടെ. അപ്പം എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ്റെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പേര് കുമാർ മേനോൻ എന്നാണ്. ഞാൻ ഫെഡറൽ ബാങ്കിൽ 35 വർഷം സർവീസ് ചെയ്ത് റിട്ടയർ ചെയ്ത ആളാണ് 2011. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ്റെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ 6 വർഷത്തിൽ കൂടുതലായി. ഹെൽത്ത് ഇൻഷുറൻസ്, അവിടെ ഒരു സെൻട്രൽ ഹെൽത്ത് ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട്. എല്ലാ ബാങ്കിലെയും റിട്ടയറീസിനെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഉള്ള ഇൻഷുറൻസ് ഡെസ്ക്കാണ്. റിട്ടയറി ക്ലെയിംസിന് വേണ്ടി ഹെൽത്ത് റിലേറ്റഡ് ക്ലെയിംസ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഓഫീസ് മേത്തർ സ്ക്വയർ, എറണാകുളം നോർത്ത് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ്. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഡിസ്ട്രിക്ട് വൈസ് സെറ്റപ്പ് ഉണ്ട്. 14 ഡിസ്ട്രിക്റ്റുകളിലും ഡിസ്ട്രിക്ട് കമ്മിറ്റീസ് ഉണ്ട്. അതിൽ ഏകദേശം 2018 നമ്മളെ ഒരു 10 ഡിസ്ട്രിക്റ്റിൽ റിട്ടയറീസിനെ ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ പഠിപ്പിക്കാനും ഗൈഡ് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയത്. 10 ഡിസ്ട്രിക്റ്റിൽ തുടങ്ങാൻ പറ്റി. അതിൽ ഇപ്പോൾ ഗ്രാജുവലി, ഈ ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2015 IBAയുടെ പോളിസി. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിയർലി 9 years ആയി കഴിഞ്ഞു. എല്ലാവർക്കും ക്ലെയിം എങ്ങനെയാണ് ചെയ്യണേ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. വലിയൊരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല, അതർ ദാൻ ഇൻ റയർ കേസസ്, വേറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള കേസുകളിൽ അവിടെയും. അതുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മെയിൻലി ഇതുവരെ നടത്തുന്ന ഡെവലപ്മെൻറ്റ്സിൻ്റെ ബേസിസിൽ IBAയുടെ റിട്ടയറി പോളിസിയെ പറ്റി ആയിരിക്കും കൂടുതൽ, ഗ്രൂപ്പ് പോളിസിയെ പറ്റിയായിരിക്കും ഇപ്പോഴത്തെ ഇൻഫർമേഷൻ വെച്ച് ഞാൻ സംസാരിക്കുന്നത്. അത് ഫൈനലൈസ് ചെയ്ത് സാധാരണ ഒക്ടോബർ 20-25 വരിക ബാങ്കുകളിൽ നിന്നൊക്കെ. അപ്പോഴേക്കും പിന്നെ അധികം സമയം ഉണ്ടാവില്ല, 10 ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരെയും വേറെ ആക്കണം. അതൊക്കെ എല്ലാ ഡിസ്ട്രിക്ട് കമ്മിറ്റികളും ഒക്കെ ചെയ്യേണ്ടതാണ്. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ഈസ് അഫിലിയേറ്റഡ് ടു ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ. ദാറ്റ് ഈസ് അവർ പേരൻറ്റ് ബോഡി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ IBA പോളിസിയുടെ ഇപ്പോഴത്തെ ഇൻഫർമേഷനാണ് പറയാൻ പോകുന്നത്.
അപ്പം ഞാൻ ഇതിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നുണ്ട്. ആദ്യം തന്നെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കാത്തത്, അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല, അത് വളരെ നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലൈസേഷനെ പറ്റിയൊന്നും ആരെയും പഠിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതായത് പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ, അല്ലെങ്കിൽ എമർജൻസി ഹോസ്പിറ്റലൈസേഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ഹോസ്പിറ്റലൈസേഷൻ, ഡോമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, ഡോമിസിലറി ബെനിഫിറ്റ് കിട്ടുന്ന വീട്ടിലിരുന്ന മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, പിന്നെ ഡോമിസിലറി ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അത് വേറൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഡോമിസിലറി ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ഉള്ള ആരോഗ്യം ഇല്ലാത്ത കേസുകളിൽ, അല്ലെങ്കിൽ ആശുപത്രിയിൽ റൂമില്ലാത്ത സമയത്ത് ഒക്കെ ഒരു 3 ഡേയ്സിൻ്റെ ഒക്കെ എബൌട്ട് 3+ ഡേയ്സ് വീട്ടിൽ കിടത്തി ചികിത്സിക്കുന്നതിനാണ് ഡോമിസിലറി ഹോസ്പിറ്റലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഈ ഡോമിസിലറി എന്നുള്ള വാക്ക് ഇനി വരുന്ന പോളിസിയിൽ റിട്ടയറീസ് സംബന്ധിച്ച് അതില്ല. റിട്ടയറീസിന് ഡോമിസിലറി പോളിസി ഓഫർ ചെയ്തിട്ടില്ല. എംപ്ലോയീസിനുണ്ട്, അവർക്ക് ഡോമിസിലറി ഹോസ്പിറ്റലൈസേഷനും ഡോമിസിലറി മരുന്ന് വീട്ടിൽ കഴിക്കുന്നതിനുള്ള റീഇംബേഴ്സ്മെൻറ്റും എല്ലാം കിട്ടും. പക്ഷേ ഡോമിസിലറി വരുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആവുന്നു, പ്രീമിയം വളരെ കൂടുന്നു. അതിൻ്റെ അഗൻസ്റ്റ് റിട്ടയറി ഓർഗനൈസേഷൻസ് എല്ലാവർക്കും പ്രൊട്ടസ്റ്റ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് കട്ടിംഗ് എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കിയിരിക്കുകയാണ്. അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. പിന്നെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റും റീഇംബേഴ്സ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റും. 2 മെത്തേഡാണല്ലോ ഉള്ളത്. അതിൽ നമുക്ക് ആഹ്വാനം ചെയ്യാനുള്ളത്, എല്ലാവരും ആവുന്നത് ചെയ്യേണ്ടത് ക്യാഷ്ലെസ് ഹോസ്പിറ്റലൈസേഷന് പോവുകയാണ് നല്ലത്. ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടെ കാർഡ് കൊടുക്കുക, നിങ്ങളുടെ ID കാർഡ് കൊടുക്കുക, ക്യാഷ്ലെസ് വേണമെന്ന് പറയുക. നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണെങ്കിൽ ക്യാഷ്ലെസ് കിട്ടും. അതിനെപ്പറ്റി കൂടുതൽ ബേജാറാവുകയോ ചിന്തിക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, കൺസൾട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ ഇല്ല. പിന്നെ ഉള്ളത്, അത് എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ല, അത്യാവശ്യം നെറ്റ്വർക്ക് അല്ലാത്തൊരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റിന് പോവാം. അതും എല്ലാവരും ചെയ്യുന്നതാണ്. ഒരുപാട് പേപ്പർ വർക്ക് ഇൻവോൾവ് ആണ്. അതാവുന്നതും ലാസ്റ്റ് റിസോർട്ടായിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ഹെൽത്ത് കണ്ടീഷനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ പല ടൈപ്പ് ഓഫ് കെയർ ഉണ്ടല്ലോ. ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് പോകും, പ്രൈമറി കെയർ എന്ന് പറയും. അത് കഴിഞ്ഞ് അത് ശരിയല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ കാണും, സെക്കൻഡറി കെയറിന് പോവും. അത് കഴിഞ്ഞ് അത് നടന്നില്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ടെർഷ്യറി കെയർ പോവും. ടെർഷ്യറി കെയർ എന്ന് പറയുമ്പോൾ അത് മരുന്ന് കൊണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അതിൽ തന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ ക്വാട്ടർണറി കെയർ എന്ന് പറയും. അത് ICUവിൽ തന്നെ ICU ഏറ്റവും സീരിയസ് കണ്ടിന്യൂസ് ലൈഫ് മോണിറ്ററിങ് വേണ്ട സിറ്റുവേഷൻസ് ആണ്. ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുന്നത്. പിന്നെ എന്തിനൊക്കെയാണ് കിട്ടുക എന്നുള്ള, ഇൻഷുറൻസ് ക്ലെയിം കിട്ടുക എന്നുള്ളതിനെ പറ്റിയുള്ളതും ഞാൻ അധികം പ്രതിപാദിക്കുന്നില്ല, സമയം കളയുന്നില്ല. ഞാനത് പെട്ടെന്ന് നിർത്താമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് ഡ്രാഗ് ഓൺ ചെയ്ത് പോകുന്നു. ഇനി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് പേഷ്യൻറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, OPD നോർമലി റീഇംബേഴ്സ്മെൻറ്റോ ക്യാഷ്ലെസ്സോ കിട്ടാൻ സാധ്യതയില്ല. ഇല്ല എന്ന് ടോട്ടലി പറയുന്നില്ല. ചില കേസുകളിൽ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ OPDയിൽ ട്രീറ്റ് ചെയ്താലും, OPDയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഡേ കെയർ സ്ഥലങ്ങളിലൊക്കെ പല്ല് പറിക്കുക, പല്ല് പോയത് ശരിയാക്കുക, അങ്ങനെയുള്ള കേസുകളിലൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഫ്രാക്ചർ വന്നിട്ടുള്ളത് അവിടെ കിടക്കേണ്ട ആവശ്യമില്ല, അത് 2 മണിക്കൂർ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവാം. അതെല്ലാ കേസുകളിലും കിട്ടില്ല. പക്ഷേ അത് OPDയിൽ ചില കേസുകളിലല്ല, ഇങ്ങനെ ആക്സിഡൻ്റൽ കേസുകളിൽ വരികയാണെങ്കിൽ അത് കിട്ടും. പിന്നെ ടെസ്റ്റുകൾ, ഇവാലുവേഷനൊക്കെ നടത്താനായിട്ട് ആൾക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് കിടക്കേണ്ടി വരും വീക്കാണെങ്കിൽ. അത് ഓക്കെ, ടെസ്റ്റിന് മാത്രമായിട്ട് കിട്ടില്ല, പക്ഷേ ദാറ്റ് ഷുഡ് ബി ഫോളോഡ് ബൈ സം ഫോം ഓഫ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ. ഒരു ട്രീറ്റ്മെൻറ്റ് അതിന് ശേഷം വിത്തിൻ ആ ടെസ്റ്റുകൾ നടത്തി വിത്തിൻ 1 month മെഡിക്കൽ ഇൻ്റർവെൻഷനിൽ പോകണം. മരുന്ന് കഴിച്ചിട്ട് ശരിയാവുന്നില്ലെങ്കിൽ സർജറി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. സർജിക്കൽ ഇൻ്റർവെൻഷൻ നടത്തേണ്ടി വരും. ആദ്യം തന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജാണ് ICU അഡ്മിഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ.
ഇതും കൂടുതൽ സംസാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് സംസാരിക്കാനായിട്ട് ഇപ്പോഴത്തെ പോളിസി, വരാൻ പോണ പോളിസി, ഈ November 1st 2024 അതിൻ്റെ മിനിറ്റ്സ് UFBയും IBAയും കൂടി അത് സൈൻ ചെയ്തു. 2-ാം തീയതി, ജൂലൈ 2-ാം തീയതി 2024 അത് സൈൻ ചെയ്തത്. ഇനി അതിൽ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എംപ്ലോയീസിനുള്ള പോളിസി സെപ്റ്റംബറിൽ തീരുമായിരുന്നു. അപ്പോൾ അവർക്ക് അതേസമയം റിട്ടയറീസിൻ്റെ പോളിസി നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിന് ഒരു പോളിസി, ആ 1 month പ്രോറാറ്റ പോളിസി എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്തവണ മാറ്റിയെടുക്കുകയാണ്. കമ്പൈൻ ചെയ്തു പോളിസി, എംപ്ലോയീസിനും റിട്ടയറീസിനുമുള്ള പോളിസി 2015 ഒപ്പിട്ട ബൈപാർട്ടൈറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത മെഡിക്കൽ ഇൻഷുറൻസ് സ്കീമിൽ പ്രത്യേകം പറയുന്നുണ്ട്, പോളിസി ഷുഡ് ബി വൺ ആൻഡ് ദി സെയിം ഫോർ എംപ്ലോയീസ് ആൻഡ് റിട്ടയറീസ്. അത് അങ്ങനെ ഒരു 2-3 കൊല്ലം അങ്ങനെ പോയി. പക്ഷെ പിന്നെ അത് അങ്ങോട്ട് മാറി. മാനേജ്മെൻറ്റാണ് എംപ്ലോയീസിൻ്റെ പ്രീമിയം പേ ചെയ്യുന്നത്. അവരുടെ ഏജും ഒക്കെ വ്യത്യാസമുണ്ടല്ലോ, അത് എപ്പോഴും കുറവും. അതേസമയം റിട്ടയറീസിന് ക്രമാതീതമായി പ്രീമിയം ഓരോ വർഷവും 2-3 വർഷം കഴിഞ്ഞപ്പോൾ കൂടി സ്കൈസ് ലിമിറ്റ് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. മേ ബി ദാറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് ക്ലെയിംസ്. എന്നാലും ഒരു റിട്ടയറി, ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ അതൊക്കെ അഫോർഡ് ചെയ്യാനായിട്ട് അധികം പേർക്കൊന്നും പറ്റില്ല. ഒരു കിട്ടുന്ന 5 മാസത്തെ പെൻഷൻ ഏകദേശം ഈ പ്രീമിയം ആയിട്ട് അടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുകൊണ്ട് ജീവിക്കുന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതും ഇപ്പോൾ അപ്ഡേഷൻ പോലും നടക്കാത്ത സമയത്ത്. അപ്പോൾ സിംഗിൾ കമ്പൈൻഡ് പോളിസിയാണ് ഇത്തവണ വരാൻ പോകുന്നത്. അത് എംപ്ലോയീസിനും അവരുടെ ഫാമിലീസിനും ഡിപ്പെൻഡൻസിനും, പിന്നെ റിട്ടയറീസിൻ്റെ കേസിൽ റിട്ടയറിക്കും സ്പൗസിനും, സ്പൗസ് ഇല്ലെങ്കിൽ സിംഗിൾ, അങ്ങനെയാണ് ഇത് വരുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഉദ്ദേശം, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ക്ലബിംഗ് കൊണ്ട് കുറച്ച് പ്രീമിയം കുറഞ്ഞു കിട്ടുന്നുള്ളതാണ്. ഇനി കാര്യത്തോടെ എടുക്കുമ്പോഴേ അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു ഡിസിഷൻ, ഇപ്പോൾ ഇരിക്കുന്ന പോളിസിയിൽ ബേസ് പോളിസി 2 ലക്ഷമായിരുന്നു, 2 lakhs. അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റിയൊന്നും വിവരിക്കുന്നില്ല. ഇനി വരുന്ന പോളിസി, ബേസ് പോളിസി, അവാർഡ് സ്റ്റാഫ് ആയിരുന്ന റിട്ടയറീസിന് 3 lakhs-ഉം ഓഫീസ് കാഡറിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ബേസ് പോളിസി 4 ലക്ഷവും. അതാണ് ഇനി 2024-25 പോളിസിയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടോപ്പപ്സ് ഉണ്ട്, ആസ് യൂഷ്വൽ ടോപ്പപ്പ് ഉണ്ട്. പക്ഷെ അതിന് അഡീഷണൽ പ്രീമിയം പേ ചെയ്യേണ്ടി വരും. ആ പ്രീമിയം എമൗണ്ട് ഒന്നും ആയിട്ടില്ല, കാൽക്കുലേറ്റ്, അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഒക്ടോബറിൽ ഉണ്ടാവുള്ളൂ. ഇത്തവണയുള്ള ഒരു പ്രത്യേകത, റിട്ടയറി ഓർഗനൈസേഷൻസ് എല്ലാവരും സ്ട്രെസ് ചെയ്ത് അവരുടെ ഓർഗനൈസേഷനിലെ ഈച്ച് മെമ്പറുടെ അടുത്ത് എത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ IBA പോളിസിയിൽ ചേരാത്ത ആൾക്കാർക്ക് പോലും ഇനി ചേരണമെങ്കിൽ ഒരു അവസരമുണ്ട്. ഇനി അടുത്ത കൊല്ലം അത് കിട്ടുമെന്ന് എന്നോട് ചോദിച്ചാലോ ആരോട് ചോദിച്ചാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ഇറ്റ്സ് എ വൺ ടൈം മെഷർ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ദോസ് ഹൂ ഇതുവരെ ചേരാത്തതും ചേർന്ന് നിന്നുപോയവരും ഒക്കെ ചേരാനായിട്ടൊരു അവസരമുണ്ട്. അത് എല്ലാവരെയും അറിയിപ്പിക്കണം. നമ്മുടെ റിട്ടയറി മെമ്പേഴ്സ് അത് അറിഞ്ഞില്ല എന്നൊരു സിറ്റുവേഷൻ ഒരു കാരണവശാലും ഉണ്ടാവരുത്. പിന്നെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഫോം ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. വേറൊരു കമ്മിറ്റി ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. ഇൻഷുറൻസ് കമ്മിറ്റി ആണ് ഈ TPA സെലക്ട് ചെയ്യുന്നത്. ഏത് TPA, ഏത് ബാങ്കിന്, അവരുടെ റിട്ടയറീസിന് ഏത് TPA ആണ് വേണ്ടത്. പിന്നെ ചില ഹോസ്പിറ്റൽസ് നെറ്റ്വർക്ക് ലിസ്റ്റ് ചെയ്യുന്ന പുറത്താക്കേണ്ടതുണ്ടെങ്കിൽ അത് പുറത്താക്കണം, ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനി ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഫോൺ ഓഫ് ചെയ്താലേ ശരിയാവുള്ളൂ. ഓക്കെ.
അപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ TPA ഒക്കെ എടുക്കുമ്പോൾ ഓരോ ഏരിയാസിൽ ചില TPS കൂടുതൽ പ്രാതിനിധ്യവും ഉണ്ടാവും. അവിടെ ആ ബാങ്കിലുള്ള റിട്ടയറീസിന് അങ്ങനത്തെ TPSനെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും. ഇപ്പം അതിനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രീതിയിൽ എല്ലാം ഇലക്ട്രോണിക് ആണ്. എല്ലാ റിപ്പോർട്ട്സും എല്ലാ പേപ്പേഴ്സും സ്കാൻഡ് ആയിട്ടാണ് പോകുന്നത്. എന്നാലും ആസ് ഫാർ ആസ് പോസിബിൾ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് TPSനെ വെക്കാനുള്ള റൈറ്റ് ഇൻഷുറൻസ് കമ്പനിക്കാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ എംപ്ലോയീസിനും റിട്ടയറീസിനും ഉള്ള പോളിസി, സൂപ്പർ ടോപ്പ് പോളിസി, അതിൽ സെപ്പറേറ്റ് കൊട്ടേഷനാണ് വാങ്ങുന്നത്. IBA റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഈ ടെൻഡർ ചെയ്യുന്ന അതിൽ പങ്കെടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളെ അറിയിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അറിയിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് പോളിസി ഡീറ്റെയിൽസ് കോൾ ഫോർ ചെയ്തുകൊണ്ട് അവരോട് ചേരാനായിട്ട്, അവർക്ക് ബിഡ് ചെയ്യാനായിട്ടൊരു അവസരം കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഉള്ള പേപ്പറാണ് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ പീരീഡ് കഴിഞ്ഞു, അതിൻ്റെ റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞു. ഈ 9-ാം തീയതി ഓഗസ്റ്റ് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ടെക്നിക്കൽ ബിഡ്, അതിൻ്റെ ബേസിലുള്ള ടെക്നിക്കൽ ബിഡും അതും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില ക്ലാരിഫിക്കേഷൻസ് ഇൻഷുറൻസ് കമ്പനീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാരിഫിക്കേഷൻസും റീസെൻ്റ്ലി IBA കൊടുത്തിട്ടുണ്ട്. അവർക്ക് കാര്യങ്ങൾ അറിയണമല്ലോ, അവർ ഇൻഷുർ ചെയ്യുമ്പോൾ അവർക്ക് ചില സംശയങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, എംപ്ലോയീസിന് ഡോമിസിലറി ബെനിഫിറ്റ് കിട്ടും, വിച്ച് റിട്ടയറീസിന് കിട്ടില്ല. ഡോമിസിലറി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ശരിക്കും പറഞ്ഞാൽ അത് നിന്നുപോയതാണ്. റിട്ടയറീസിന് ഡോമിസിലറി നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴത്തെ പോളിസിയിലും ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിസി എടുക്കണമെങ്കിൽ നമ്മൾ പ്രീമിയത്തെക്കാളും കുറവായിരിക്കും മാക്സിമം ക്ലെയിം കിട്ടിയാൽ പോലും. അങ്ങനെ കൂടുതൽ കാശ് അങ്ങോട്ട് അഡ്വാൻസ് ചെയ്തിട്ട് പിന്നെ അത് റീംബേഴ്സ് ചെയ്ത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു കമേഴ്ഷ്യലി ഫോൾട്ടി ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് ഇത്രയും കൊല്ലങ്ങൾ നമ്മൾ കൊണ്ടു നടന്നത്. പേ ഔട്ട് പ്രീമിയം കൂടുതലും കവറേജ് അതിനേക്കാളും കുറവും. ഭൂലോകത്ത് കേൾക്കാത്ത കാര്യങ്ങളായിരിക്കും. എന്തായാലും അത് നടന്നു, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്തവണ തീരുമാനിച്ചിരിക്കുന്ന ഡോമിസിലറി ബെനിഫിറ്റ് വിൽ ബി ദെയർ ഓൺലി ഫോർ എംപ്ലോയീസ്, അവരുടെ ഡിപ്പെൻഡൻസ് അതിൽ കാറ്റഗറിയിൽ വരുന്ന. റിട്ടയറീസിന് ഡോമിസിലറി ബെനിഫിറ്റ് ഇല്ല. പിന്നെ ആസ് യൂഷ്വൽ എംപ്ലോയീസ് ഇടയ്ക്ക് ചേരും, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അവർക്ക് ഈ പോളിസി പീരീഡിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. അത് അപ്ഡേഷൻ മേ ബി ഓൺ അക്കൗണ്ട് ഓഫ് ഡെത്ത്, ഇപ്പോൾ കല്യാണം കഴിച്ച കേസുകൾ വരും, ഡിപ്പെൻഡൻസ് മരിച്ച കേസുകൾ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ പെർമനൻറ്റ് എംപ്ലോയി ആണെങ്കിൽ, ഇൻഷുറൻസ് കവറിന് എലിജിബിൾ ആണെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാം അങ്ങനത്തെ ആൾക്കാരെ. അത് പക്ഷേ റിട്ടയറി പോളിസിയിൽ നടക്കില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടയറി പോളിസി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ October 24, 2024 അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം ഡിപ്പെൻഡൻ്റ് ആരാണ്, ആരൊക്കെ. സ്പൗസും സാധാരണ ഹസ്ബൻഡും വൈഫുമാണ് കവർ ചെയ്യുന്നത്. ചിലവർക്ക് സിംഗിൾ പോളിസി മതിയായിരിക്കും, അങ്ങനത്തെ കേസുകൾ അതും. പിന്നെ മൂന്നാമതായിട്ട് എംപ്ലോയി പോളിസീസിന് ഇത്തവണ ഉള്ള ഒരു പ്രത്യേകത, അവർക്കൊരു ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് 1 lakh കൊടുക്കുന്നുണ്ട്. 1 lakhൻ്റെ ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് ദാറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ റിട്ടയറീസ്. ആ ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ഇൽനെസ് പല രീതിയിലാവാം. നോർമലി അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ബ്ലൈൻഡ്നെസ്, ലിവർ ഡാമേജ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെയുള്ള നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് 10-16 അസുഖങ്ങളുണ്ട് സീരിയസ് നേച്ചറിലുള്ള. ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ പറയാൻ പോകുന്നില്ല. ക്രിട്ടിക്കൽ ഇൽനെസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും ആ ഇൻഫർമേഷനൊക്കെ. അത് 1 lakh ബെനിഫിറ്റ് വൈൽ എംപ്ലോയിഡ്. ക്രിട്ടിക്കൽ ഇൽനെസ് വരികയാണെങ്കിൽ
ക്യാഷ് ബെനിഫിറ്റ് ആണ്. ദാറ്റ് എമൗണ്ട് 1 lakh വിൽ ബി പെയ്ഡ് ഇൻ ക്യാഷ്. അത് ചികിത്സയ്ക്ക് വേണ്ടി, അല്ലാതെ അതിന് കിട്ടണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യൊന്നും വേണ്ട ആശുപത്രിയിൽ. അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്യാണ് ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ he will be paid 1 lakh. That is not available for retiree policy. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ എംപ്ലോയി പോളിസീന് ബഫർ ഫണ്ട്സ് ഉണ്ട്, 100 കോടി ബഫർ ഫണ്ട്സ് ഉണ്ട്. ആ ബഫർ ഫണ്ട് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ റിട്ടയറീസ്. ദാറ്റ് ഈസ് ഓൺലി ഫോർ എംപ്ലോയീസ്. ഈ ബഫറിന്റെ യൂസേജ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 2 പോളിസി ഒരേപോലത്തെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുകളിലൊക്കെ ചിലപ്പോൾ എംപ്ലോയീസിന് ചിലവ് വരും. ഫണ്ട്സ് ചിലവർക്ക് 20-40 ലക്ഷം വന്ന ട്രീറ്റ്മെൻറ്റ് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇപ്പോൾ അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ഓരോ ബാങ്കുകൾക്കും ബഫർ ഫണ്ട്സ് ഡിപ്പെൻഡിങ് ഓൺ ദി നമ്പർ ഓഫ് പേഴ്സൺസ്, എംപ്ലോയീസ് എത്ര പേരാണ് പ്രീമിയം അടച്ചിരിക്കുന്നത് നോക്കിയിട്ട് അവർക്കൊരു അലൊക്കേഷൻ ഉണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഫണ്ട്സ് ഉപയോഗിച്ചിട്ട് എക്സസ് കോസ്റ്റ് മീറ്റ് ചെയ്യാനൊരു അവസരമുണ്ട്. പിന്നെ ഇനി നെക്സ്റ്റ് ഒരു ഡിസിഷൻ വരുന്നത് അത് ജാനുവരി ആവും. അത് എല്ലാ ബാങ്കുകളുടെയും കൂടി കൺസിഡർ ചെയ്തിട്ട്, ചില ബാങ്കുകളിൽ ക്ലെയിംസ് കുറവായിരിക്കും, ബഫർ ഫണ്ട്സ് അവരുടെ അൺഅവൈൽഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള എല്ലാം കൂടി പൂൾ ചെയ്തിട്ട് എവിടെയാണ് ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാനായിട്ടൊരു സംവിധാനവും അത് എപ്പോഴും ഉള്ളതാണ്, ഇത്തവണയുണ്ട്. അപ്പോൾ ആ കോർപ്പറേറ്റ് ബഫർ ഈസ് അവൈലബിൾ ഓൺലി ഫോർ എംപ്ലോയി പോളിസി. ദറ്റ് ഈസ് നോട്ട് അവൈലബിൾ. പിന്നെ അതിലും കൊട്ടേഷനിലൊരു വ്യത്യാസമുണ്ട്. ഈ എംപ്ലോയി പോളിസിയിൽ ഡൊമിസിലറി കവറേജ് ഉള്ളത് കൊണ്ടും ബഫർ ഫണ്ട്സ് ഉള്ളത് കൊണ്ടും ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്യുന്നത് കൊണ്ടും അവർക്ക് ആ 3 കേസുകളിൽ വരുന്ന കേസുകളിൽ സെപ്പറേറ്റ് കൊട്ടേഷനാണ് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ വഴി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ്, ആസ് ഐ ടോൾഡ്, ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ റിട്ടയറീസ്. ഇനി ഈ IBA ഒരു RFP റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ കഴിഞ്ഞു, ടെക്നിക്കൽ ബിഡും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ക്ലാരിഫിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞ് കമേഴ്ഷ്യൽ ബിഡ് വരും, പ്രൈസിംഗ് ഒക്കെ അപ്പോഴാണ് വരുന്നത്. അതിൽ IBA ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് എംപ്ലോയീസിന് 14 ഡിസീസസ് ടു ബി ആഡഡ് ടു ദി ഡൊമിസിലറി ലിസ്റ്റ്. 14 ഡിസീസസ് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുകൂടി കവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻ ദി കേസ് ഓഫ് എംപ്ലോയീസ് ഓൺലി. ഇതിങ്ങനെ വരുമ്പോൾ ഈ പ്രൈസിങ്ങും ഫിക്സേഷനൊക്കെ വരുമ്പോൾ ഉള്ള ഇഷ്യൂസ്, ഇപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് ഇൻ ബാങ്ക്സ് ഇൻ ഇന്ത്യ ഇൻഷുറൻസ് കവർ ചെയ്യുന്നത്, അത് കൃത്യമായ കണക്ക് ഡെഫിനറ്റ്ലി IBAക്ക് ഉണ്ടല്ലോ. അത് ടോട്ടൽ എംപ്ലോയീസ്, അതിൽ ഓഫീസേഴ്സ് ഉണ്ട്, വർക്ക്മെൻ ഉണ്ട്, അത് ടോട്ടൽ വരുന്നത് 5,76,975 എംപ്ലോയീസാണ് ഉള്ളത്. അതിൽ ഓഫീസേഴ്സ് കൂടുതലാണ്, 3,35,000 ഓഫീസേഴ്സാണ്. അവാർഡ് സ്റ്റാഫ് 2,41,000 ഉള്ളൂ. അതിൻ്റെ ടോട്ടലാണ് ഞാൻ പറഞ്ഞത്, അത്രയുണ്ട്. അതേസമയം റിട്ടയറീസിന് കഴിഞ്ഞ കൊല്ലം ഒരുപാട് റിട്ടയറീസ് ഓപ്റ്റ് ഔട്ട് ചെയ്തു. അവരുടെ പ്രീമിയം വളരെ ഹൈ ആയതുകൊണ്ട് അവർക്ക് പേ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ കേസുകളിൽ ഉള്ളതുകൊണ്ട് ഈ ഡൊമിസിലറി ഇല്ലാതെ ബേസ് പോളിസി ഒക്കെ എടുത്ത ആൾക്കാർ എല്ലാം കൂടി റിട്ടയറീസ് വരുന്നത് 1,35,291 ആൾക്കാരാണ്. 1,35,000. അതിൽ ഡൊമിസിലറി എടുത്ത ചില്ലറ കുറച്ച് ആൾക്കാരുണ്ട്, 1000 ചില്ലാൻ ആൾക്കാർ. എല്ലാം കൂടി റിട്ടയറീസ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും 5.5 ലക്ഷത്തിന് മുകളിൽ റിട്ടയറീസ് ഉണ്ട്, 6 ലക്ഷത്തോളത്തിന് മുകളിൽ ബാങ്ക് റിട്ടയറീസ് ഉണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇൻഷുറൻസ് കവർ ചെയ്തിരിക്കുന്ന ആപ്പടെ 1,36,388 ആൾക്കാരുടെ ഉള്ളൂ. അതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിട്ടയറി നമ്പേഴ്സ് കുറയുമ്പോൾ പ്രീമിയം കോസ്റ്റ് കൂടും. കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് പോവുള്ളൂ, ക്ലെയിംസ് ഉള്ളതും ക്ലെയിംസ് ഇല്ലാത്തവരുടെയും എല്ലാം കൂടി ആവറേജ് ചെയ്യുമ്പോൾ. പക്ഷേ ആ സിറ്റുവേഷൻ അല്ല. ഇയർ ബൈ ഇയർ IBA പോളിസിയിൽ നമ്പർ ഓഫ് റിട്ടയറീസ് കുറഞ്ഞു വരികയാണ്.
അതിൻ്റെ കാരണങ്ങൾ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് ഇപ്പോൾ ഈ വിത്തിൻ ദിസ് ഷോർട്ട് പ്രസൻറ്റേഷൻ, ഷോർട്ട് എന്ന് ഞാൻ പറയുന്നില്ല, അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ഇത്തവണത്തെ പോളിസി മോണിറ്റർ ചെയ്യാനായിട്ട് അത് നല്ലൊരു കാര്യമാണ്. IBAയുടെ 2 എക്സിക്യൂട്ടീവ്സ്, മെയിൻലി HR ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ചീഫ് ജനറൽ മാനേജർ ലെവലിലുള്ള 2 IBA എക്സിക്യൂട്ടീവ്സ് പ്ലസ് 5 നാഷണലൈസ്ഡ് ബാങ്ക്സിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ്സ് ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. അവരാണ് TPAയുടെ അലൊക്കേഷൻ, ഏത് ബാങ്കിന് ഏത് TPA കൊടുക്കണം, പിന്നെ ഹോസ്പിറ്റലുകൾ നെറ്റ്വർക്ക് ആക്കാൻ പറ്റുമോ, അവരെ ഡീലിസ്റ്റ് ചെയ്യണോ ബിക്കോസ് ഓഫ് അഡ്വേഴ്സ് ഇഷ്യൂസ്, അവരെ മാറ്റണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ IBAയിലെ 2 എക്സിക്യൂട്ടീവ്സും 5 ബാങ്ക്സ്, അതേത് ബാങ്ക്സ് ആണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല, അവർ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റി അത് കൺസിഡർ ചെയ്യും. പിന്നെ എല്ലാ മാസവും IBAക്ക് ഓൺ എ മന്ത്ലി ബേസിസ് MIS കൊടുക്കണം, ഒരു ഡാറ്റ ഡംപ് കൊടുക്കണം. എത്ര ആൾക്കാർ റിട്ടയറീസ്, മറ്റേ എംപ്ലോയീസും എല്ലാം, എത്ര ആൾക്കാർ ക്ലെയിം ചെയ്തു, എത്ര ആൾക്കാർ വെയിൽ ചെയ്തു, എത്ര റിജക്റ്റ് ചെയ്തു, എത്ര ഗ്രീവൻസ് പെൻഡിങ് ആണ്, അങ്ങനെയുള്ള ഡാറ്റാസ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ വർഷം കഴിയുമ്പോഴും ടൈറ്റൻ ചെയ്യുകയാണ്, കൺട്രോൾസ് ടൈറ്റൻ ചെയ്ത് വരികയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ 2015-16 കിട്ടിയിരുന്ന സർവീസ് അല്ല ഇപ്പം കിട്ടുന്നത്. റിട്ടയറീസിന് വളരെ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച്, ഞാൻ എല്ലാവരുടെ എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ക്ലെയിംസ് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഫെഡറൽ ബാങ്കിലാണ്. ഫെഡറൽ ബാങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ സെറ്റിൽമെൻറ്റ്സ് എല്ലാം നടക്കുന്നുണ്ട്. ആർക്കും വിത്തിൻ ദി ലിമിറ്റേഷൻസ് ഓഫ് ദി ക്ലെയിംസ് അതിൻ്റെ റൂൾസ് പാലിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അതല്ലാതെ എവരി വൺ ഈസ് ഡേ ബൈ ഡേ ദേ ആർ ഹാപ്പി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അങ്ങനെ ആവണമെന്നില്ല എല്ലാവരുടെ കേസിലും. ഇനി ഇതിൽ ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. ശ്രീ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കോമ്രേഡ് മിത്ര വാസുവാണ് അതിൻ്റെ കൺവീനർ. They had called for recommendations from retiree organizations on how to improve the IBA policy. അപ്പോൾ അതിൽ കിട്ടിയ ചില റെക്കമെൻഡേഷൻസ് ഞാൻ ഏത് ബാങ്കിൽ നിന്ന്, ഏത് റിട്ടയറി ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടിയ റെക്കമെൻഡേഷനാണെന്ന് ഇവിടെ പറയുന്നില്ല. ജനറൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ്. പിന്നെ എല്ലാ റെക്കമെൻഡേഷൻസും ഞാൻ കണ്ടുവന്നിരിക്കില്ല, എന്നാലും കിട്ടിയത് വെച്ചിട്ട് ഞാൻ പറയാം. അതിൽ റിട്ടയറി ഓർഗനൈസേഷൻസ് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇപ്പോൾ ഉള്ളത് യൂണിഫോം ബേസ് പോളിസിക്ക് 5,000 rupees യൂണിഫോം റൂം റെൻ്റ് ആണ്. ICUവിനും അതിന് വേറൊരു എമൗണ്ട് ഉണ്ട്, അതിൻ്റെ അടുത്ത് വരും 6,500, 7,000, 8,000 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് യൂണിഫോം റൂം റെൻ്റ് ഓൾ ഓവർ ഇന്ത്യ ഫിക്സ് ചെയ്യാതെ ഡിപ്പെൻഡിങ് ഓൺ ദി കാറ്റഗറി ഓഫ് ദി സിറ്റി, അത് ഏർബൻ ആയിരിക്കാം, മെട്രോ ആയിരിക്കാം, റൂറൽ ആയിരിക്കാം, സെമി അർബൻ ആയിരിക്കാം, അവിടെയൊക്കെ റേറ്റ്സ് അവിടെയുള്ള ഹോസ്പിറ്റൽസിനൊക്കെ കുറവായിരിക്കുമല്ലോ, കുറവും കൂടുതലും വരാം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഫിക്സ് ചെയ്യാൻ എന്നുള്ള റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നോ ക്ലെയിം ഇൻസെൻറ്റീവ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് ആദ്യമേ ഞാൻ പറയാം, ഗ്രൂപ്പ് പോളിസിക്ക് അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ക്ലെയിമാണ് നോക്കുന്നത്. അത് ക്ലെയിം റേഷ്യോ ഒക്കെ 100-100, 110 ആയിരിക്കുന്ന സമയത്ത് നോ ക്ലെയിം ബോണസ് തരാനായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയും തയ്യാറാവില്ല. പക്ഷേ അവർക്കൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. ആ കണ്ടീഷൻ കംപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. 3 കൊല്ലം പോളിസി നടത്തിയിട്ട് അതിൽ ക്ലെയിം റേഷ്യോ, ക്ലെയിം പ്രീമിയം വെച്ചിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30%, പ്രീമിയത്തിൻ്റെ ഒരു 30% ക്ലെയിം വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ഈ റിന്യൂവലിന് ഒരു ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ പ്രാക്ടിക്കലി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ക്ലെയിം റേഷ്യോ 200, 110, 150 വരുന്നതാണ്. അതായത് കിട്ടുന്ന പ്രീമിയത്തെക്കാളുമൊക്കെ വളരെ കൂടുതലാണ് ക്ലെയിം വരുന്നത്. അവർ പറഞ്ഞ പോലെ പ്രീമിയം കൂടുതൽ കിട്ടുകയും ക്ലെയിം കുറയുന്ന ഒരു സിറ്റുവേഷൻ, ഐഡിയൽ സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും വരാൻ പോകുന്നില്ല. ആ ധൈര്യത്തിലായിരിക്കും അവർ പറയുന്നത്. അതായത് ഗ്രൂപ്പ് പോളിസിക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ തരാൻ പറ്റും, പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ
അങ്ങനെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ, യൂട്ടോപ്യൻ സിറ്റുവേഷൻ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കം ത്രൂ. പിന്നെ റീജിയണലായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റിട്ടയറി ഓർഗനൈസേഷൻസ്. അതായത് IBA ലെവലിൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. അതുപോരാ, ഏതൊക്കെ റീജിയൻ ആണെന്നുള്ളത് അതിൽ ഞാൻ കണ്ടില്ല. മേ ബി നോർത്ത്, സൗത്ത്, ഈസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആയിരിക്കാം. അവർ റിട്ടയറി ഓർഗനൈസേഷനെയും കൂടി പെടുത്തിയിട്ട് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു റെക്കമെൻഡേഷൻ മാത്രമാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. ഇതുവരെ അതിനുള്ള സാധ്യതകളൊന്നും കണ്ടില്ല. പിന്നെ അങ്ങനെ ഒരു കമ്മിറ്റി വെക്കുമ്പോൾ തന്നെ അതിൽ പല ഡൈവേർജൻസ് വരും. ആ കമ്മിറ്റി റിട്ടയറി ഓർഗനൈസേഷൻസ് എന്ത് ബേസിലാണ്, സ്ട്രെങ്ത് ഓഫ് റിട്ടയറീസ് ആണോ, അങ്ങനെയുള്ള പല ഇഷ്യൂസും അതിൽ വരും. അത് തീരാൻ പോകുന്നില്ല അത്ര എളുപ്പത്തിലൊന്നും. പിന്നെ പ്രീമിയം, വേറെ സജഷൻ, പ്രീമിയം ഷുഡ് ബി കളക്റ്റഡ് ഓൺ എ ക്വാർട്ടർലി ബേസിസ്. ഇപ്പം ആനുവലി നമ്മൾ അപ് ഫ്രണ്ട് പേ ചെയ്യുകയാണല്ലോ, അത് മാറ്റി എല്ലാ ക്വാർട്ടറിലും ഇൻഡിവിജ്വൽ പോളിസീസിലൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതും അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല, ഞാനൊന്നും പറയുന്നില്ല. അതിനെപ്പറ്റി ഒന്നും AIBRF ഇതുവരെ റെക്കമെൻഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. അവർ റെക്കമെൻഡേഷൻസ് ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ഓൾറെഡി ദേ ഹാവ് സെൻഡ് ടു UFBU ആൻഡ് IBA. അതിലത് കണ്ടില്ല ക്വാർട്ടർലി ആയിട്ടൊക്കെ കൊടുക്കണം എന്നുള്ളത്. പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബേസ് പോളിസി പ്രീമിയം ഷുഡ് ബി ബോൺ ബൈ ദി ബാങ്ക് ഫുള്ളി. പ്രീമിയത്തിൻ്റെ ബേസ് പോളിസിയുടെ പ്രീമിയം ബിക്കോസ് ഓഫ് സീനിയർ സിറ്റിസൻസിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും വീക്ക് സെക്ഷൻസ് ഒക്കെ അതിൽ പെൻഷനൊക്കെ തുച്ഛമായതും അപ്ഡേഷനൊന്നും നടക്കാത്തത് കൊണ്ടുമൊക്കെ അത് ബെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചില ബാങ്കുകൾ സർട്ടൻ പെർസെൻറ്റേജ് കൊടുക്കുന്നുണ്ട്, എന്നാലും ഫുൾ എമൗണ്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനിയും UFBയും IBA ആയിട്ടുള്ള ടോക്സ് ഉണ്ടല്ലോ, നമുക്ക് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിൽ തെറ്റില്ല. ആ ശ്രമം നടക്കട്ടെ. പിന്നെ വേറെ ചില ബാങ്കുകൾ IBAയുടെ പ്രീമിയം വളരെ ഹൈ ആയതുകൊണ്ട് റിട്ടയറി ഓർഗനൈസേഷൻസ് മുൻകൈയെടുത്ത് റിട്ടയറി പോളിസീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് പോളിസി എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി, അതായത് IBAയുടെ പോളിസി ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി പോലെ തന്നെ അതിനും സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്ക് കൊടുക്കണം. ലൈക്ക് എൻലിസ്റ്റ്മെൻറ്റ്, പിന്നെ സബ്സിഡി ഉണ്ടെങ്കിൽ അത് ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് സ്ഥിതി. പിന്നെ ഇത്തവണ അവാർഡ് സ്റ്റാഫിന് 3 ലക്ഷവും ബേസ് പോളിസിയാണ് ഞാൻ പറയുന്നത്. ഓഫീസർ സ്റ്റാഫിന് 4 ലക്ഷവും. അത് മാറ്റി യൂണിഫോം പോളിസി, അതായത് ഓൾ കാഡർ പോളിസി ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. പിന്നെ ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻഡൻസിന് അവരുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. കുറേ കൊല്ലമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില ബാങ്കുകളിൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർക്ക്, ഹാൻഡിക്യാപ്ഡ് ആൾക്കാർക്ക് ഒരു സർട്ടൺ പെർസെൻറ്റേജ് നോക്കിയിട്ട് അവരുടെ ഹാൻഡിക്യാപ്പ് എന്ന് തന്നെ പറയാൻ പാടില്ല ഇപ്പോൾ. ഓക്കെ, സോറി, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കേസുകളിൽ അവരെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരു സ്ട്രോങ് ഒരു സജഷനാണ് എല്ലാ ബാങ്കുകളിലും റിട്ടയറി പോളിസിയിൽ ചലഞ്ച്ഡ് ആൾക്കാർക്ക് കൂടി കവർ കൊടുക്കണം എന്നുള്ളത്. ഇനി IRDA പല റീസെൻ്റ്ലി ഇൻ 2024, ഒന്ന് അറൗണ്ട് ജാനുവരി ആയിരുന്നു, പിന്നൊന്ന് ജൂലൈയിലായിരുന്നു. 2 മാസ്റ്റർ പോളിസീസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചേഞ്ചസ് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് അത് രണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ about 19 മോഡിഫിക്കേഷൻസ് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ ഇംപ്രൂവിങ് ട്രാൻസ്പെറൻസി, പോളിസി മാറ്റേഴ്സ്, കവറേജ് ടു ഓൾ, ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കുറേ റൂൾസ് എന്നല്ല, അത് മാസ്റ്റർ പോളിസിയിലുള്ള അമെൻമെൻറ്റ്സ് തന്നെയാണ്. അത് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് പല ബാങ്ക് റിട്ടയറി ഓർഗനൈസേഷൻസ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്. എന്താ വെച്ചാൽ
ചില ഇംപ്ലിമെൻറ്റേഷൻസ് ഓൾറെഡി ജാനുവരി 2024 തന്നെ നടത്തേണ്ടതാണ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് വന്നിരിക്കുന്ന ഈ ജൂലൈ 2024 വന്നിരിക്കുന്ന മോഡിഫിക്കേഷൻസ് ദാറ്റ് ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് ബൈ 30th of September 2024 എന്നാണ് IRDA പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ദാറ്റ് കംസ് വിത്തിൻ അവർ പോളിസി പീരീഡ്. അങ്ങനെയുള്ള വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ള മോഡിഫിക്കേഷൻസ്. ആ മോഡിഫിക്കേഷൻസ് എന്താണെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം, ഡീറ്റെയിൽഡ് ആയിട്ട്. എന്നുവെച്ചാൽ അത് വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് IRDAയുടെ ഗൈഡ് ലൈൻസ് പുതിയ പോളിസിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഫുൾ സബ്സിഡിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ബേസ് പോളിസി ഫുള്ളി സബ്സിഡൈസ്ഡ് ബൈ ദി ബാങ്ക് ആയിരിക്കണം എന്നുള്ളത്. പിന്നെ കഴിഞ്ഞ കൊല്ലം ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ, ദറ്റ് ഈസ് അവർ ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷനാണ്. ലാസ്റ്റ് ഇയർ അവർ ഒരു അഡീഷണൽ പോളിസി AIBRF പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു സൂപ്പർ ടോപ്പപ്പ് മാത്രം. ആ സൂപ്പർ ടോപ്പപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് ലിമിറ്റഡും KM ദസ്തൂർ എന്ന് പറഞ്ഞ കമ്പനിയും കൂടി അവർ മാർക്കറ്റ് ചെയ്ത ഒരു ബേസ് പോളിസിയാണ്. അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IBA പോളിസിക്കാളും പ്രീമിയം ആ സൂപ്പർ ടോപ്പപ്പ് പോളിസിക്ക് കുറവാണ്. അപ്പോൾ കുറേ ആൾക്കാർ അത് എടുത്തിട്ടുണ്ട്. അത് ബേസ് പോളിസി അത് സൂപ്പർ ടോപ്പപ്പ് ആയിരുന്നു. അത് മാത്രം പോരാ, ഒരു ബേസ് പോളിസിയും കൂടി വേണം എന്നുള്ള ഒരു സജഷൻ പോയിട്ടുണ്ട് ഫ്രം AIBRF സ്പോൺസർ ചെയ്യുന്നത്. റിട്ടയറി ഓർഗനൈസേഷൻസ് അല്ല, AIBRF. റിട്ടയറി ഓർഗനൈസേഷൻസ് ആകുമ്പോൾ കുറേ ഉണ്ട്, 5, 6, 8 ഒക്കെ ഓർഗനൈസേഷൻസ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പല രീതിയിലും. പക്ഷേ അത് അതിൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ എനിക്ക് അറിഞ്ഞൂടാ, അതിനെപ്പറ്റി ഞാൻ അറിയാത്ത കാര്യങ്ങളൊന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തവണ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IBA പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഓൾട്ടർനേറ്റ് പോളിസി ഓഫ് ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ, അത് അങ്ങനൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം, ആൾക്കാർക്ക് ചേരാനായിട്ടുള്ള അവസരം കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് പോളിസിക്ക് പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസിയായ IBA ആയിരിക്കും അതിൻ്റെ കാഷ്വാലിറ്റി. അതിന് കാരണങ്ങൾ പല കാരണങ്ങളുമുണ്ട്. അതിലാൾ കുറയും, അപ്പോൾ അതിൻ്റെ റേറ്റ്സ് പിന്നെയും കൂടുതലാണ് ആവാൻ വഴി. പിന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി സംസാരിക്കാൻ പോയാൽ തന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കും. അത് ഇല്ലാതെ അത് എത്രത്തോളം റിട്ടയറി ഓർഗനൈസേഷൻസിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഏജ്ഡ് ആൾക്കാർക്ക് അത് ഓഫർ ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു ചോദ്യ ചിഹ്നം തന്നെയാണ്. നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഫേസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇതാണ് AIBRFലേക്ക് പോയിരിക്കുന്ന റിട്ടയറി ഓർഗനൈസേഷൻസിൻ്റെ റെക്കമെൻഡേഷൻസ്. ഇനി ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇൻട്രീം ആയിരിക്കാം, ഇനിയും ഫൈനലൈസ് വേറെ അയക്കുന്നുണ്ടാവുമായിരിക്കാം. പക്ഷെ ഇതുവരെ കിട്ടിയിരിക്കുന്നതനുസരിച്ചിട്ട് AIBRF ഓൾറെഡി IBAക്കും UFBനും ആ റെക്കമെൻഡേഷൻസ്, AIBRFിൻ്റെ റെക്കമെൻഡേഷൻസ് ഓൺ IBA പോളിസി അറിയിപ്പിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എനിക്ക് നേരത്തെ പറയേണ്ടതായിരുന്നു, ഈ ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷനാണ് മുൻകൈ എടുത്തിട്ട് IBAയും TFSും, അതായത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നോക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, IBA, DFS, AIBRF ആദ്യമായിട്ട് ഒരു ജോയിൻറ്റ് സിറ്റിംഗ് എടുത്തു. അത് IBA വില്ലിംഗ് ആയിരുന്നില്ല, റിട്ടയറീസുമായിട്ട് സംസാരിക്കാൻ അവർ തയ്യാറല്ല, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയും. അങ്ങനെ ഇത്രയും കാലം ഒളിഞ്ഞും മറിഞ്ഞും മാറി നടക്കുകയായിരുന്നു. പക്ഷേ ഓൺ അക്കൗണ്ട് ഓഫ് ദി എഫേർട്സ് ടേക്കൺ ബൈ AIBRF അവർ സെൻട്രൽ ലേബർ കമ്മീഷണർ വഴി ഇവരെ നിർബന്ധിച്ച് വിളിച്ച് മീറ്റിങ്ങുകൾ 2022, 23, 24 ഉണ്ടായിന്ന് എനിക്ക് തോന്നുന്നു. അത് പോസ്റ്റ്പോൺ ചെയ്തോ. അത് ദാറ്റ് പേവ്ഡ് ദി വേ. അതാണ് കമ്പൈൻ പോളിസി നടപ്പാക്കാനായിട്ട്
ഒരു പ്രധാന കാരണം AIBRFന്റെ മെയിൻ ഡിമാൻഡ് പോളിസി ഷുഡ് ബി എ കമ്പൈൻഡ് പോളിസി എന്നുള്ളതായിരുന്നു. അത് അംഗീകരിച്ച് കിട്ടി എന്നുള്ളതൊരു വലിയൊരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. നേരത്തെ പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ഇനി AIBRFന്റെ സെക്കൻഡ് റെക്കമെൻഡേഷൻ റിട്ടയറി ഓർഗനൈസേഷൻസ് ചോദിച്ചു തന്നെയാണ്. ഫിസിക്കലി ഡിസേബിൾഡ്, ഐ മീൻ നോട്ട് എനേബിൾഡ്, അറിയാതെ പെട്ടെന്ന് ഹാൻഡിക്യാപ്ഡ് എന്നുള്ള വാക്ക് ഇപ്പോൾ വളരെ ഡേഞ്ചറസ് ആണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. അത്രയും അങ്ങനത്തെ കേസുകളിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചിൽഡ്രന് കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻ AIBRF ഇന്ന് പോയിട്ടുണ്ട്. പിന്നെ എംപ്ലോയീസിന് ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് 1 lakh ഓൾറെഡി അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ബെനിഫിറ്റ് ഷുഡ് ബി ഓഫേർഡ് ടു retirees also, a critical illness benefit on payment of premium, extra premium. അത് AIBRF ചോദിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക്, അസുഖം വന്നാൽ മാത്രം മതി, അത് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി 1 lakh is paid or credited to the patient's account. അതിൽ ബില്ലും റീഇംബേഴ്സ്മെൻറ്റും ഓരോ തവണ ഹോസ്പിറ്റലൈസേഷനും ഒന്നും അവർ ചോദിക്കുന്നില്ല. അതിൽ വേറൊരു ആസ്പെക്റ്റും കൂടി ഉണ്ട്, അത് ഐ വിൽ കം ടു ദാറ്റ്. ദിസ് ഇസ് ആക്ച്വലി ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നോർമലി ഒരു ബെനിഫിറ്റ് പോളിസിയാണ്. ബെനിഫിറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ക്യാഷ്. ക്യാഷ് എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ക്രെഡിറ്റഡ് ടു ദി അക്കൗണ്ട്. വെറസ് നമ്മുടെ IBA പോളിസി റീഇംബേഴ്സ്മെൻറ്റിനൊക്കെ പോകുന്നത്, ക്യാഷ്ലെസ്സിനൊക്കെ പോകുന്നത്, ദോസ് ആർ ക്ലാസിഫൈഡ് ആസ് റീഇംബേഴ്സ്മെൻറ്റ് പോളിസീസ്. ഐ മീൻ അത് ഇൻഡെംനിറ്റി പോളിസിയാണ്. സോറി, ഞാൻ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞ വാക്ക് ശരിയല്ല. ദേ ആർ നോട്ട് ബെനിഫിറ്റ് പോളിസീസ്. അത് IBAയുടെ ഇപ്പോൾ ഉള്ളത് ഇൻഡെംനിറ്റി പോളിസി. അവർ ഇൻഡെംനിഫൈ ചെയ്യാണ്, നിങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾക്ക് ആ ഡാമേജ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻഡെംനിഫൈ ചെയ്യുന്നു, പേയ്മെന്റ് നടത്തുന്നു. അപ്പോൾ പിന്നെ നെക്സ്റ്റ് AIBRFന്റെ ഡിമാൻഡ് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വേണം. ആൻഡ് ആ റിപ്പോർട്ട്, മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കിട്ടുന്ന റിപ്പോർട്ട്, ഇപ്പോൾ IBAക്ക് മന്ത്ലി റിപ്പോർട്ടിംഗ് ഉണ്ട് ബൈ ദി ഇൻഷുറൻസ് കമ്പനി, പക്ഷെ അതൊന്നും ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് പബ്ലിക്. IBA ആണെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചിട്ടും ദേ ആർ നോട്ട് ബൗണ്ട് എന്നാണ് അവർ പറയുന്നത് ടു റിപ്ലൈ. കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നവരാണ്, പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അതോറിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അതങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഇത് ഷുഡ് ബി മെയ്ഡ്, ക്വാർട്ടർലി മോണിറ്ററിംഗ് റിപ്പോർട്ട് ഷുഡ് ബി മെയ്ഡ്. അത് ചില ക്ലെയിം റേഷ്യോസ് ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ക്രോസ് ചെക്ക് ചെയ്യാനും, റിട്ടയറി ഓർഗനൈസേഷൻസ് അത് എത്രത്തോളം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഷുറൻസുകാർ പറയുകയാണ് 300 ക്ലെയിം റേഷ്യോ 300% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക അല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ അത് ഷുഡ് ബി മെയ്ഡ് ട്രാൻസ്പെറൻറ്റ്, പബ്ലിക് എന്നുള്ളതാണ്. പിന്നെ ലാസ്റ്റ്, ഇതുവരെ അവർ അയച്ചിരിക്കുന്നതിൽ ലാസ്റ്റ് IRDA regulations issued as per master policy in the year 2024 should be implemented in all cases applicable. അതായത് IBA ഗ്രൂപ്പ് പോളിസി ആയതുകൊണ്ട് അവിടെ അതിൽ പലതും ഉണ്ട്, ഇൻഡിവിജ്വൽ പോളിസിക്കുള്ള റെക്കമെൻഡേഷൻസും ഉണ്ട്. അപ്പോൾ അത് ഗ്രൂപ്പ് പോളിസീസിന് അപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബിക്കോസ് ദറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ 30th of September 2024. We hope some recommendations will come through and will be reflected or rather mirrored ഇതിൽ ഈ പോളിസിയിൽ വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നുമില്ല, നമുക്കത് ഒരു കണക്ക് അവതരിപ്പിക്കാം. അത് ഞാൻ ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ, ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരുടെ എൻറോൾമെന്റിനെ പറ്റിയാണ് പറയുന്നത്. IBA പോളിസിയിൽ എത്ര ആൾക്കാർ എൻറോൾ ചെയ്തു എന്നുള്ളത്. അത് വലിയ ബാങ്കുകളൊക്കെ ആകുമ്പോൾ അതിനേക്കാളൊക്കെ വളരെ കൂടുതലായിരിക്കും. എത്ര ആൾക്കാരെന്നല്ല, എത്ര പ്രീമിയം കിട്ടി എന്നുള്ളതാണ്. ഓരോ മെയിൻലി ഞാൻ എടുക്കുന്നത് ബേസ് പോളിസി, പിന്നെ ഒരു കോംബോ പോളിസി ഉണ്ട്,
സൂപ്പർ ടോപ്പും ബേസും കൂടി കൂടിയത്, പിന്നെ സൂപ്പർ ടോപ്പ് മാത്രം. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് എത്ര രൂപ പ്രീമിയം കിട്ടി എന്നുള്ളത്, ദറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റ്. അപ്പം അറിയാം. അതിൻ്റെ ഒരു ഇഷ്യൂയും കൂടി ഞാൻ അതിനൊപ്പം കണക്ട് ചെയ്ത് ഞാൻ പറയാം. ഇപ്പോൾ അധികം പേര് എടുത്തിരിക്കുന്ന AIBRF റെക്കമെൻഡ് ചെയ്തത്, AKBRF റെക്കമെൻഡ് ചെയ്തത് 3 lakhs എടുക്കാനാണ്. 2 lakh ബേസ് പോളിസി പ്ലസ് 1 lakh സോ ദാറ്റ് യു ഗെറ്റ് മാക്സിമം കവർ. അത് ഫെഡറൽ ബാങ്കിൽ ആ കോംബോ പോളിസി പ്രീമിയം കളക്ട് ചെയ്തിരിക്കുന്ന 7,37 രൂപയാണ് ആ പോളിസിക്ക്. അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. അതിൻ്റെ ലയബിലിറ്റി, ഈ പ്രീമിയം കിട്ടിയിരിക്കുന്ന 7.37 crores ആണ്. പക്ഷേ 58 കോടി വരെ അതിൻ്റെ ലയബിലിറ്റി പോവാം. അതായത് ആൾക്കാർ എല്ലാവരും ക്ലെയിം ചെയ്യാണ്, അല്ലെങ്കിൽ മെജോറിറ്റി ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ഗോ അപ് ടു 54 crores ക്ലെയിം ഇൻഷുറൻസ് കമ്പനി പേ ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാമല്ലോ, പ്രീമിയം 7.37 കിട്ടുന്നു, ലയബിലിറ്റി അക്രൂ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് പ്രോബബിൾ അക്രൂ 58 കോടിയാണ്. അവിടെയാണ് ഈ പോളിസി പ്രീമിയം കൂടാനായിട്ടുള്ള കാരണവും അൺഅട്രാക്റ്റീവ് ആവുന്നതും. പിന്നെ ബേസ് പോളിസി ഞാൻ GST കൂടി കൂട്ടിയിട്ടുള്ള പ്രീമിയമാണ് പറയുന്നത്. ബേസ് പോളിസിയിൽ നിന്ന് ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് ബേസ് പോളിസി എടുത്തിരിക്കുന്ന പ്രീമിയം എമൗണ്ട് അവർ കൊടുത്തിരിക്കുന്നത് 1.96 crores ആണ്. പക്ഷേ കവറേജ്, ഇൻ കേസ് കവറേജ് കംസ് ഇൻ ടു ഇഫക്റ്റ് 16.20 crores ആണ്. the liability that may accrue. ഇനി ടോപ്പപ്പ് ഡോമിസിലറി ഇല്ലാതെ, ഡോമിസിലറി എടുത്തവർ വളരെ കുറവാണ്. പ്രീമിയം ടോട്ടലി കളക്ട് ചെയ്തിരിക്കുന്ന 8.11 crores ആണ്. അതിൻ്റെ ലയബിലിറ്റി ക്യാൻ ഗോ അപ് ടു 34 crores. അപ്പോൾ ഫെഡറൽ ബാങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്, ഈ അവസരത്തിൽ അത് പറയേണ്ടതാണ്. ഇത്ര എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിലും ബാങ്ക് മാനേജ്മെൻറ്റ് താങ്ക്ഫുള്ളി ഇതുവരെ about 70% സബ്സിഡൈസ്ഡ് ആണ് പ്രീമിയംസ്. 30% മറ്റേ എംപ്ലോയി പേ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇത്രയും ഹെവിലി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടയറി കമ്മ്യൂണിറ്റി ഫെഡറൽ ബാങ്കിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ചില ബാങ്കുകളിൽ 5,000 കൊടുക്കുന്നുണ്ട്, 10,000 കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല വേരിയിട്ട് കൊടുക്കുന്നുണ്ട്, 30% കൊടുക്കുന്നുണ്ട്. അതൊന്നും ഞാൻ അതിലേക്ക് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. എന്നിട്ട് പോലും ഇതാണ് അതിൻ്റെ ഒരു പൊസിഷൻ. അത് നമ്മൾ പ്രീമിയം കുറയ്ക്കണം എന്ന് പറയുമ്പോൾ അവർ കൗണ്ടർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ്. ഞങ്ങൾ റിസ്ക് എടുക്കുന്നത് ഭയങ്കരമാണ് ഉള്ളതായിരിക്കും. ഇൻഷുറൻസ് കമ്പനിയുടെ അവരുടെ തിങ്കിങ് മാത്രമല്ല, അവരുടെ എക്സ്പ്രഷനും അത് തന്നെയാണ്. പിന്നെ ഈ IBA പോളിസിയിൽ ഇൻഷുറൻസ് കമ്പനീസിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ ഒന്ന് പറയാം ബ്രീഫായിട്ട്. അത് ഇന്ത്യയിൽ സ്റ്റാൻഡ് അലോൺ പ്രൈവറ്റ് സെക്ടർ കമ്പനി ഇൻഷുറൻസ് കമ്പനീസ് വേറെ എല്ലാം കൂടി 100-ന് മുകളിൽ ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. പക്ഷേ എവറി ടൈം വി സി ഇറ്റ് ഈസ് ഓൺലി നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനീസിനാണ് ബിഡ് കിട്ടുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ അവരുടെ മോട്ടീവ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലോസ് വരാൻ സാധ്യതയുള്ള പോളിസീസ് ഗ്രൂപ്പ് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അവർ തൊടില്ല. ദേ ആർ നോട്ട് ഇൻട്രസ്റ്റ്. അതാണ് മെയിൻ ഫാക്ടർ. അല്ലാതെ അവർ ബിഡിൽ പങ്കെടുത്തിട്ട് കിട്ടാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. അവർക്ക് തന്നെ ചിലപ്പോൾ ദേ മേ നോട്ട് ബി ഇൻട്രസ്റ്റ്. പക്ഷേ നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനീസിന് ഒരു സോഷ്യൽ ഒബ്ലിഗേഷനും ഒരു കമ്മിറ്റ്മെൻറ്റും അവർക്ക് ഉണ്ട്, അതർ ദാൻ പ്രോഫിറ്റ്. അപ്പോൾ അതും കൂടി നിർവഹിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വെയിറ്റേജ് കൂടുതൽ കിട്ടുന്നതും എവറി ടൈം നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ് മുൻപോട്ട് വരുന്നത്. ഒന്ന്, ആ ക്രൈറ്റീരിയയിൽ എത്ര കൊല്ലമായി ഈ ഇൻഷുറൻസ് കമ്പനി പ്രവർത്തിക്കുന്നു. അപ്പോൾ നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. വേറെ പ്രൈവറ്റ് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് വി ക്യാൻ ഓൾസോ കോൾ ദം സ്റ്റാൻഡ് അലോൺ ഇൻഷുറൻസ് കമ്പനി. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം എടുക്കുന്നത്. ആ കമ്പനീസൊക്കെ വളരെ കുറവാണ്, റീസെൻ്റ്ലി വന്നതാണ് ആദ്യവും. പിന്നെ സോൾവൻസി മാർജിൻ വളരെ സ്ട്രോങ് ആയിരിക്കണം. ആ സോൾവൻസി മാർജിൻ
100%, ഇപ്പോൾ 100-ലാണ് മാർക്ക് ഇടുന്നത്, അതിൽ ഫുൾ മാർക്സ് നാഷണലൈസ്ഡ് ഇൻഷുറൻസ് കമ്പനീസിന് കൊടുക്കുന്നുണ്ട് ബൈ ഡിഫോൾട്ട്. അപ്പം നാച്ചുറലി അവർക്ക് വെയിറ്റേജ് കൂടും. പിന്നെ പ്രീമിയം അണ്ടർ റിട്ടേൺ ഇൻ ഇന്ത്യ, ഓരോ ഇൻഷുറൻസ് കമ്പനീസും ബിഡ് ചെയ്യുന്നവരുടെ പ്രീമിയം അണ്ടർ റൈറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ദി മോർ ദേ ഹാവ് അണ്ടർ റിട്ടേൺ ദി ബെറ്റർ ദി ചാൻസസ് കിട്ടാനായിട്ട്. പിന്നെ എത്ര ലൈഫുകൾ അവർ കവർ ചെയ്തിട്ടുണ്ട്. നാഷണലൈസ് ബാങ്ക്സിൻ്റെ നാച്ചുറലി കുറേ കൂടി വിപുലമായിരിക്കുമല്ലോ, റൂറൽ ഏരിയാസിലൊക്കെ പെനിട്രേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെയും അവർ സ്കോർ ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ ഗ്രൂപ്പ് പോളിസീസ്, എത്ര ഗ്രൂപ്പ് പോളിസീസ് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു ക്രൈറ്റീരിയയാണ്. അവിടെയും പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. നെറ്റ്വർത്ത് നോക്കുമ്പോഴും വളരെ കൂടുതലായിരിക്കും നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനീസ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ദാൻ ഇനിയിപ്പോൾ റീസെൻ്റ്ലി ഒരുപാട് ഫോറിൻ ഇൻഫ്ലോ ഒക്കെ വന്നിരിക്കുന്ന സ്റ്റാൻഡ് അലോൺ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഫിഗേഴ്സ് എൻ്റെ കയ്യിലില്ല, അപ്പം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പിന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ വലിയൊരു ഫാക്ടറാണ്. എത്ര പ്രീമിയം കിട്ടി, ക്ലെയിംസ് എത്ര വന്നു. പ്രീമിയം കുറവും ക്ലെയിംസ് കൂടുതലായി കഴിയുമ്പോൾ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ കൂടും, റിസ്ക് കൂടും, ഇൻഷുറൻസ് കമ്പനീസിന് അങ്ങനത്തെ പോളിസീസ് സർവീസ് ചെയ്യാനുള്ള താല്പര്യം കുറയും, ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏജിങ് ഓഫ് ക്ലെയിംസ്, ടോട്ടൽ ക്ലെയിംസ് നോക്കിക്കഴിഞ്ഞിട്ട് എത്ര കാലമായി ഇത് ഹാൻഡിൽ ചെയ്യുന്നു, ഈ ക്ലെയിംസ് എത്ര കാലമായിട്ട് കെട്ടിക്കിടക്കുന്നു കൊടുക്കാതെ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അതും ഇറ്റ് ഈസ് ബീയിങ് സ്ക്രൂട്ടനൈസ്ഡ്. പിന്നെ ഗ്രീവൻസ് റേഷ്യോ, ഒരുപാട് ഗ്രീവൻസ് ഉണ്ടോ, ഗ്രീവൻസിൻ്റെ റേഷ്യോ എത്രയാണ്. ഹൈ റേഷ്യോ ആണെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ്. പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ റേഷ്യോ, ഗ്രീവൻസ് വരാം, ഗ്രീവൻസ് പല രീതിയിലും വരാം, പക്ഷെ അത് അഡ്രസ്സ് ചെയ്ത് സോൾവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഗ്രീവൻസ് റിഡ്രസൽ റേഷ്യോ വളരെ നല്ലതാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്രീവൻസ് ഒക്കെ പെട്ടെന്ന് പരിഹരിച്ചു പോകുന്നുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഓരോ ഇൻഷുറൻസ് കമ്പനീസിനും നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ചിലതിന് 7,000 ആയിരിക്കാം, ചിലതിന് 5,000 ആയിരിക്കാം, ചിലത് അബൌട്ട് 10,000 ഉണ്ട്. 12,000 വരെയാണ് ഇതുവരെ കണ്ടിരിക്കുന്ന മാക്സിമം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ്. അപ്പോൾ ദി മോർ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ദി ബെറ്റർ ദി ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ദി ബിഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഡെഡിക്കേറ്റഡ് മാൻ പവർ എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആക്കാൻ പറ്റും എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനി വെളിപ്പെടുത്തണം. ഇപ്പോൾ IBA പോളിസി, റിട്ടയറി പോളിസി തുടങ്ങുകയാണെങ്കിൽ അത് സർവീസ് ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ മാൻ പവർ എന്തായിരിക്കും, അവർ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ IBA പോളിസിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബീയിങ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസി, എല്ലാ ബാങ്കുകളുടെയും റീജിയണൽ ഓഫീസോ ഹെഡ് ഓഫീസോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള TPAയുടെ ആൾക്കാർ, എക്സിക്യൂട്ടീവ്സ് വേണം. ഫെഡറൽ ബാങ്കിലാണെങ്കിൽ 4-5 പേരുണ്ട്, അതിനും കൂടുതലുണ്ട്. എംപ്ലോയീസിൻ്റെയും കൂടി നോക്കണമല്ലോ, റിട്ടയറീസിൻ്റെയും നോക്കുന്നുണ്ട് അവർ. ഫസ്റ്റ് ലൈൻ പ്രോസസ്സിംഗ് അല്ല, പക്ഷെ അവർക്ക് മോണിറ്റർ ചെയ്യാനും പറ്റും, എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കിട്ടും, അവർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ കൊല്ലമൊക്കെ വളരെ എക്സെപ്ഷണൽ ഹെൽപ്പായിരുന്നു. നമുക്ക് യാതൊരു കംപ്ലയിൻറ്റിനും ഒരു ക്ലെയിം കിട്ടാത്ത ഒരു സിറ്റുവേഷനോ സംസാരിക്കേണ്ടി പോലും വന്നിട്ടില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് മാൻ പവർ എത്ര പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈസ് അനദർ ക്രൈറ്റീരിയ. വിത്ത് ദിസ് ഐ ആം സ്റ്റോപ്പിംഗ്. ആ സെലക്ഷൻ ക്രൈറ്റീരിയ ഞാൻ നിർത്തുകയാണ്, വേറെ ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ഇനി ഓൾ ഇന്ത്യ ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ അടുത്തിടയ്ക്ക് ഒരു സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ജസ്റ്റ് എൻ ഇൻഡിക്കേറ്ററാണ്. അത് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഓർ ഇറ്റ് ഈസ് നോട്ട് ഡെഫിനിറ്റ്. ഒരു ജസ്റ്റ് ഒരു ഫ്ലോട്ട് ചെയ്തിരിക്കുകയാണ് സജഷൻ. അത് ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ പേയബിൾ ഐറ്റംസ് കവർ ചെയ്യുന്ന ഒരു പോളിസി എന്തുകൊണ്ട് നമ്മൾ ഫ്ലോട്ട് ചെയ്തുകൂടാ. നോൺ പേയബിൾ ആയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് പൈസ കിട്ടാത്തത്, അത് കവർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനീസ്, നാഷണലൈസ്ഡ് അല്ലെങ്കിൽ തന്നെയും വേറെ പ്രൈവറ്റ് സെക്ടറൊക്കെ നോൺ പേയബിൾ ഐറ്റംസ് കവർ ചെയ്യുന്ന
ഇൻഷുറൻസ് ഉണ്ട്. അത് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുണ്ട്. പിന്നെ രണ്ടാമത് വേറൊരു പോളിസി, OPD കവർ. സാധാരണ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ചികിത്സയ്ക്ക് കവർ കിട്ടാറില്ല. പക്ഷേ AIBRF is requesting us to discuss and inform whether അങ്ങനെ ഒരു പോളിസി OPD കവറിന് മാത്രമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ. പിന്നെ കഴിഞ്ഞ തവണ AIBRF ഒരു സൂപ്പർ ടോപ്പ് അപ്പ് ഓൺലി പോളിസി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അലോങ് വിത്ത് KMD ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനറൽ ഇൻഷുറൻസ്. അത് ഇത്തവണ ഒരു ബേസ് പോളിസി ഇറക്കിയാൽ എന്താണെന്നുള്ളൊരു അതിനെപ്പറ്റിയുള്ള ക്ലിയർ ഇൻഡിക്കേഷൻസ് ഒന്നും തന്നിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. അവർക്ക് തരാനും പറ്റില്ലല്ലോ. അത് ഒരു കാര്യം നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് IBA പോളിസിയാണ്. അല്ലാതെ ഡൈവേർജ് ചെയ്ത് പോയിട്ട് പല കാര്യങ്ങളും ചെന്നപ്പെട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡേഞ്ചറസ്. ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് ഫോർ ദ റിട്ടയറീസ്. പിന്നെ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് AIBRF പറയുന്നത് കുറേയും കൂടി ക്ലാരിഫിക്കേഷൻസ് വേണം. ഈ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് എന്ന് ഡേ കെയറിൻ്റെ ഇതിൽ അടിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാനത് അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ ഡേ കെയറിലൊക്കെ ഡെൻ്റൽ ഹോസ്പിറ്റൽസ് ആണ്, റെഗുലർ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ചെയ്താൽ കിട്ടും. പക്ഷേ ദാറ്റ് ഷുഡ് ബി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡൻറ്റ്. നിങ്ങൾ വീണിട്ടോ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റിലോ വെട്ടിയിട്ട് പല്ലൊക്കെ പോയതാണെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് OPDയിൽ ചെയ്താലും മറ്റിടത്ത് ചെയ്താലും ഡേ കെയർ സെൻറ്ററിൽ ചെയ്താലും അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ക്യാഷ്ലെസ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ ചില കേസസ് കോമോർബിഡ് കണ്ടീഷൻസ് എന്ന് പറയും. ഒരുപാട് ഡയബറ്റിക്, BP, പല അസുഖങ്ങളുള്ള ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അങ്ങനെ 5ഉം 10ഉം അസുഖങ്ങളുള്ളത്. അവരെയൊക്കെ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് പല്ല് പറിക്കാനോ പല്ല് അങ്ങനത്തെ എന്തെങ്കിലും തൊടാനോ പറ്റില്ല, ഫില്ല് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡെഞ്ചേഴ്സ് ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളിൽ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട്, ബിക്കോസ് അഡ്മിഷൻ ഈസ് റിക്വയർഡ്, അതർവൈസ് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പുറത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ഇറ്റ് വിൽ ബി ഡേഞ്ചറസ് ടു ഹിസ് ലൈഫ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്ത കേസുകളിൽ കിട്ടിയിട്ടുണ്ട്, പല കേസുകളിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതും കൂടി കവർ ചെയ്യണമെന്നത് AIBRF സ്ട്രെസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്ലെയിംസ് റിട്ടയറീസിൽ വരുന്നത് ഡെൻ്റൽ ഇഷ്യൂസും കാറ്ററാക്റ്റുമാണ്. അതിന് കാറ്ററാക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം റെക്കമെൻഡേഷൻസ് ഞാൻ പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാറ്ററാക്റ്റിന് ഇപ്പോൾ ഏകദേശം 40,000 രൂപയാണ് കേരളത്തിൽ അവർ കൊടുക്കുന്നത്. ചിലപ്പോൾ 37,000 ആയിരിക്കാം. അത് കൂട്ടണം, സീലിംഗ് കൂട്ടണം, 80 ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. റിട്ടയറി ഓർഗനൈസേഷൻസ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വശം നല്ല വശങ്ങളുണ്ടാവും. നമ്മൾ കാണുന്നൊരു ഡിസഡ്വാൻറ്റേജ്, അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 80,000 ആക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ കണ്ണ് ചികിത്സാ കേന്ദ്രങ്ങളും കാറ്ററാക്റ്റിന് 80,000 ആക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലെയിം വരുമ്പോൾ ആർക്കാണ് അൾട്ടിമേറ്റ്ലി ഡാമേജ് വരുന്നത്? പ്രീമിയം വിൽ ബി ഹൈ. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ട്. നമ്മൾ എല്ലാത്തിനും കൂട്ടി വയ്ക്കണം എന്ന് പറയുമ്പോൾ അതിലുള്ള അപകടങ്ങളും കൂടി മനസ്സിലാക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോയാൽ ഇറ്റ് വിൽ ടേക്ക് അവേഴ്സ് ടുഗെദർ. അപ്പോൾ അതൊരു ആ രണ്ട് ആസ്പെക്റ്റും കൂടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ AIBRFൻ്റെ റെക്കമെൻഡേഷൻസ് വിച്ച് ഹസ് ഗോൺ ടു UFBU ആൻഡ് IBA ആണ്. പിന്നെ ഈ അക്കോമ്പനിങ്, നമ്മളിപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വയസ്സായ ഒരാളെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ ഉണ്ടാവുമല്ലോ. ബൈസ്റ്റാൻഡർക്ക് 1% ഓഫ് ദി പ്രീമിയം എമൗണ്ട് ഓർ ₹250, വിച്ച് ഏതാണ് പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിച്ച് ലെസ് ദാൻ മോർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, വിച്ച് ഈസ് പോസിബിൾ, മിനിമം 250 എങ്കിലും കൊടുക്കാനായിട്ട് ഒരു സംവിധാനം വേണമെന്ന് അവർ ഇപ്പോൾ ഇനിയും ടോക്സ് നടക്കുന്നുണ്ടല്ലോ IBA ആയിട്ട് UFBU ആയിട്ട്. അതിൽ പ്രസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. UFBനോടൊക്കെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ പണ്ട് തൊട്ടേ പറയുന്നതാണ് ഹെൽത്ത് ചെക്കപ്പ് വൺസ് എ ഇയർ ഇതിൽ പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള റെക്കമെൻഡേഷനും AIBRFയിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയും റെക്കമെൻഡേഷൻസ് പോവാം, ബിക്കോസ് മീറ്റിംഗ് ബിറ്റ്വീൻ IBA ആൻഡ് UFBU അത് വരാൻ പോകണല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് GSTയുടെ ഇഷ്യൂസ് ഉണ്ട്. അത് ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല. GST ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ കേസുകളുണ്ട്, ടോട്ടലി അബോളിഷ് ചെയ്യണം GST എന്ന് പറഞ്ഞ കേസുകളുണ്ട്. നാച്ചുറലി റിട്ടയറീസിൻ്റെയൊക്കെ കേസിൽ
നമുക്ക് വേണ്ടത്, നമ്മുടെ ഡിമാൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബോളിഷനാണ്, അല്ലാതെ ഒരു പെർസെൻറ്റേജ് കുറയ്ക്കലല്ല. നടക്കില്ല എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻസ് ഓൺ അവർ യൂണിറ്റി ആൻഡ് അവർ സ്ട്രെങ്ത് ആൻഡ് അവർ ബാർഗൈനിങ് പവർ ആൻഡ് സോ മെനി അതർ സോഷ്യൽ കൺസിഡറേഷൻസ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത ഒരു കാര്യം, ഇപ്പോൾ ഇക്കൊല്ലം എനിക്ക് കിട്ടിയ ഒരു പ്രീമിയം റേറ്റ് അത് HDFC ബാങ്ക് റിട്ടയറീസിന് ഏപ്രിലായിരുന്നു, April 24 ആ മാസമായിരുന്നു, 1-ാം തീയതിയാണോ മറ്റേ കൃത്യമായി എനിക്ക് അറിഞ്ഞൂടാ. ഏപ്രിലിൽ കൊടുത്ത കോട്ടാണ് HDFC ബാങ്ക് അവരുടെ റിട്ടയറീസിന്. അതൊരു ഇൻഡിക്കേറ്റർ മാത്രമാണ്. അപ്പോൾ നമ്മൾ ഡ്രാസ്റ്റിക്കായിട്ട് പ്രീമിയം കുറയും ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. HDFC ബാങ്കിന് ഉള്ളൊരു റെക്കോർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റിട്ടയറീസിന് ഡൊമിസിലറി പോളിസി IBയെക്കാളും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് HDFC ബാങ്ക് അവരുടെ റിട്ടയറീസിന് കൊടുത്തിരിക്കുന്നത്. അതായത് ക്ലെയിം ചെയ്യുന്നത് ഇറ്റ് ഈസ് മോർ ദാൻ ദി പ്രീമിയം എമൗണ്ട് ക്ലെയിം ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ HDFCയുടെ റേറ്റ്സ് ആസ് ആൻ ഇൻഡിക്കേറ്ററി റേറ്റ് ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ തന്നെ ആയിരിക്കാം അവസാനം വരാൻ പോകുന്നത്. അവസാനം വരുന്നത് ഒക്ടോബറിലായിരിക്കാം. നമുക്ക് കാര്യമായി പ്രൊട്ടസ്റ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്ത് കിട്ടാനോ ഒക്കെ ബുദ്ധിമുട്ടുകൾ വരാം മുൻകൂട്ടി ആക്ട് ചെയ്തില്ലെങ്കിൽ. അവിടെ അവർ 1 lakh ബേസ് പോളിസി, HDFCയുടെ കേസാണ് ഞാൻ പറയുന്നത്, റിട്ടയറീസിന് കൊടുക്കുന്നത്. 1 lakh ബേസ് പോളിസിക്ക് 26,660 ആണ് അവരുടെ ചാർജ്. സൂപ്പർ ടോപ്പ് അപ്പ് 1 lakhന് 28,480 ആണ്. 2 lakhsനാവട്ടെ ബേസ് പോളിസിക്ക് 28,741 ആണ്. സൂപ്പർ ടോപ്പ് അപ്പ് 33,243 ആണ്. 3 lakhs ബേസ് പോളിസി 31,197 ആണ്. സൂപ്പർ ടോപ്പ് അപ്പ് 39,943 ആണ്. പിന്നെ 4 lakhs 41,599 ആണ് ബേസ് പോളിസി. സൂപ്പർ ടോപ്പ് അപ്പ് 48,480 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഏകദേശം ഒരു 4 നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ലയബിലിറ്റി ഏകദേശം ഒരു ഐഡിയ 24ന്റെ റേറ്റ്സ് വെച്ചിട്ട് നമുക്ക് അറിയാമല്ലോ. HDFCയുടെ പോളിസി, IBA പോളിസി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെയിം തന്നെയാണ്. അത് ക്രോസ് ചെക്ക് ചെയ്താണ് അവരുടെ റിട്ടയറി ഓർഗനൈസേഷനും അത് തന്നെയാണ് എന്നോട് പറഞ്ഞത്. ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് വളരെയധികം പിന്നെ ഒരു വ്യത്യാസം ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് ക്ലബ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. എംപ്ലോയി പോളിസിയും റിട്ടയറി പോളിസിയും. വാട്ട് ഡിഫറൻസ് ദാറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് എന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. കമേഴ്ഷ്യൽ ബിഡ് കഴിഞ്ഞ് ആ വിവരം നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ ഒരുപാട് ഓൾട്ടർനേറ്റ് പോളിസീസിനെ പറ്റിയും ബാങ്ക് റിട്ടയറീസ് ഓർഗനൈസേഷൻസ് ഫ്ലോട്ട് ചെയ്തതിനെ പറ്റി സംസാരിക്കില്ല എന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന അവരുടെ റിട്ടയറീസിന് അതിനെപ്പറ്റി കുറച്ച് വാക്കുകൾ പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാ റിട്ടയറി ഓർഗനൈസേഷൻസും പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ പോളിസി അസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര്, അത് IBA പോളിസി ഫോളോ ചെയ്യണം. ആ രീതിയിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിയാണ് നമ്മൾ ഒരു ഐഡിയൽ പോളിസി ആയിട്ട് എടുക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കറസ്പോണ്ടൻസും പ്രസംഗങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് പോലെയല്ലല്ലോ എല്ലാ അതർ കമേഴ്ഷ്യൽ ബാങ്ക്സ്. അതിൻ്റെ റീച്ചും അതിൻ്റെ ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. വൺ ഓഫ് ദി ഫസ്റ്റ് ബാങ്ക്സ് ടു ബി ഫോംഡ്. അവിടെ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് അത് ഇവിടെ കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ റേറ്റ്സും കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. SBI റിട്ടയറീസ് ദേ ആർ ലക്കി, ദേ ആർ ഹാവിങ് ദീസ് ഫെസിലിറ്റീസ്. അവരൊരു അത്രയും തോളം നല്ല കാര്യം. അവർക്ക് ബേസ് പോളിസി ഉണ്ട്. അത് 70 വയസ്സിന് 70 ആൻഡ് എബവ് ആണെങ്കിൽ 50% സബ്സിഡി ഉണ്ട്. പിന്നെ ഒരു സൂപ്പർ ടോപ്പ് ഫ്രീ ആയിട്ട് ഒരു അറൗണ്ട് 6 lakhs ആണ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ പെയ്ഡ് ആയിട്ട് അഗെയിൻ 6 lakhs വേണമെങ്കിൽ ഒരു സൂപ്പർ ടോപ്പ് കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് 6 ആണോ 5 ആണോ എന്നുള്ളത് ഞാൻ അത് സ്റ്റഡി ചെയ്താൽ അതിനൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ ഒരു ക്ലാസ് എടുക്കേണ്ടി വരും.
The same with each retiree organization, retiree policy. That is, നമ്മൾ അങ്ങനെ ഒരു ഉദ്യമത്തിൽ പോയിട്ട് ഇറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. 2 സൂപ്പർ ടോപ്പ് അപ്പ് കൊടുക്കുന്നത്, ഒന്ന് ബാങ്ക് വഹിക്കുന്ന കോസ്റ്റ് വഹിക്കുന്നു, ഒന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് വഹിക്കുന്നു. രണ്ടിൻ്റെയും പ്രീമിയം ഒക്കെ ഏകദേശം, അല്ല ഒന്നിന് പ്രീമിയം ഇല്ല, ഒന്നിന് അധികം റേറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ അവർക്ക് ഫാർമസി ഫെസിലിറ്റി ഉണ്ട്. വീട്ടിൽ മരുന്ന് എത്തിച്ചു കൊടുക്കും ഒരു ആപ്പ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. അതും സബ്സിഡൈസ്ഡ് ആണ്. പിന്നെ വേറെ ഒരു ബാങ്കിലും നടപ്പാക്കാത്ത ഡിസേബിൾഡ്, വീണ്ടും സോറി അത് എപ്പോഴും വരുമ്പോൾ എനിക്ക് ഡിസേബിൾഡ് നോട്ട് ഫുള്ളി ഏബിൾഡ് എന്ന് പറയാം, അങ്ങനത്തെ ഹാൻഡിക്യാപ്ഡ് ഞാൻ ഇനി പറയുന്നില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കവറേജ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ക്രിട്ടിക്കൽ ഇൽനെസ്സിനും വലിയ എമൗണ്ട് 4 lakhs 5 lakhs വരെയാണ്. അത് പർട്ടിക്കുലർലി സ്റ്റഡി ചെയ്താലേ എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ് ഈസ് ബിറ്റ്വീൻ 4 and 5. അത് ഓൾറെഡി നിലവിൽ ക്രിട്ടിക്കൽ ഇൽനെസ് ഇല്ലാത്ത ആളായിരിക്കണം കേട്ടോ. അങ്ങനത്തെ ഒരാൾ ആ പോളിസി എടുക്കുകയാണെങ്കിൽ, ക്രിട്ടിക്കൽ ഇൽനെസ് അതിനുശേഷം അതിൻ്റെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം വരികയാണെങ്കിൽ, ഹീൽ ബി ഗെറ്റിംഗ് ദാറ്റ് മച്ച് ഇൻ ക്യാഷ്. ഇറ്റ് ഈസ് എ ബെനിഫിറ്റ് പോളിസി. ട്രീറ്റ്മെൻറ്റ് റീഇംബേഴ്സ്മെൻറ്റ് ഇൻഡെംനിറ്റി പോളിസി അല്ല, ട്രീറ്റ്മെൻറ്റിനുള്ള പോളിസി അല്ല, ബെനിഫിറ്റ് പോളിസിയാണ്. ആ എമൗണ്ട് ഇപ്പോൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ 5 lakhs റിലീസ് ചെയ്യാണ് ഓൺ ദി ബേസ് സ്ട്രെങ്ത് ഓഫ് ദി സർട്ടിഫിക്കേഷൻ ബൈ ദി ഡോക്ടർ. അവിടെ ഡെൻ്റൽ കെയറിന് കൊടുക്കുന്നുണ്ട്, സബ്സിഡൈസ്ഡ് ആണ്. അതും എന്താണ് ക്രൗണിങ്, റീഫില്ലിങ് അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ എമൗണ്ട് സഫിഷ്യൻ്റ് ആണ്. പിന്നെ അവർക്കും സബ് ലിമിറ്റ്സ് ഒക്കെ ഉണ്ട്. പല അസുഖങ്ങൾക്കും സബ് ലിമിറ്റ്സ് ഉണ്ട്. പക്ഷേ IBA ഇപ്പം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന IBA ബേസ് പോളിസി 2 ലക്ഷത്തിൻ്റെ ലിമിറ്റ്സ് ഒന്നുമല്ല. IBA പോളിസിയിൽ 10-31 പ്രൊസീജിയേഴ്സിന് സിവിയർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ചെറിയ ഒരു 40,000 രൂപ കിട്ടും. ചിലവ് കയ്യിൽ നിന്ന് ചിലവാകുന്നത് 3 ലക്ഷം 4 ലക്ഷം ആയിരിക്കും. അതാണ് സ്ഥിതി. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇല്ല. അവരുടെ സബ് ലിമിറ്റ്സ് ഉണ്ടെങ്കിലും അത് ഫെയർലി ആഡിക്വേറ്റ് ആണ്. ആശുപത്രിയിൽ വരുന്ന ചിലവ് റീസൺ എക്സ്റ്റെൻറ്റ് അത് മീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, അഡ്വാൻറ്റേജ് SBI പോളിസിയിൽ ഒരു പ്രീമിയം ഇസ് ഫിക്സ്ഡ് ഫോർ 3 years. എല്ലാ കൊല്ലവും നെഗോഷിയേറ്റ് ചെയ്യുന്നതല്ല. 3 years കഴിഞ്ഞ് ചിലപ്പോൾ ഇൻക്രീസ് അതിൻ്റെ ഡിപ്പെൻഡിങ് ഓൺ ദി റേഷ്യൂസ്. അത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അതിൽ ചേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അതുകൂടാതെ അവർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ ഒരു കോർപ്പസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം മെഡിക്കൽ ഇതിനു വേണ്ടി. ആ സമയത്താണല്ലോ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് അതിൽ നിന്ന് ഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു വകുപ്പും കൂടി അഡീഷണൽ ആയിട്ട് അവർക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിയാണ്, എല്ലാം നല്ലത് തന്നെയാണ്, നമുക്കും ആഗ്രഹമുള്ളതാണ്. പക്ഷേ അത് നടപ്പാവുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദാറ്റ് ബാങ്ക്. അതാണ്. ഇനി വളരെ സമയം അധികം എടുത്തു എന്ന് തോന്നുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ സ്പീച്ച് ആവുന്നതും വെട്ടിക്കുറയ്ക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കൂടുതലായി പോയി എന്ന് എനിക്കൊരു തോന്നലുണ്ട്. തോന്നലല്ല, ഒരു വാസ്തവം തന്നെയാണ്. ഇനി ടുവേർഡ്സ് കമ്മിങ് അപ്പ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്, IRDAയുടെ റെഗുലേഷൻസ്. മാസ്റ്റർ പോളിസി അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ഓംബുഡ്സ്മാനിലൊക്കെ മാസ്റ്റർ പോളിസി ഹാജരാക്കുമ്പോൾ കൊടുത്തിരിക്കുന്നത് 2020 മാസ്റ്റർ പോളിസീസ് ആണ്. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഓംബുഡ്സ്മാനിലൊക്കെ ആർഗ്യൂ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് crores of rupees through Ombudsman we have received on account of our efforts, joint efforts. സംശയമൊന്നുമില്ല. പല കേസുകളിലും അഡ്വേഴ്സായിട്ട് റിട്ടയറീസിന് അഗൻസ്റ്റ് അവാർഡ്സ് വന്നത് കുറവാണ്, നമ്മൾ ഹാൻഡിൽ ചെയ്തില്ല. എല്ലാത്തിലും കിട്ടിയിട്ടുണ്ട്. That will be the case in all banks, in all bank retiree organizations which have taken the pains അത് ഫോളോ അപ്പ് ചെയ്യാനും അത് ഗൈഡ് ചെയ്യാനും അത് നടത്തിയെടുക്കാനും അവരുടെ പേഷ്യൻസിനെ കൊണ്ട് ചെയ്യിപ്പിച്ച കേസുകളിലൊക്കെ റിജക്ഷൻസ് വളരെ കുറവാണ്. ഇപ്പോൾ വളരെ എളുപ്പമാണ്, പഴയ പോലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
ഞാൻ ഇൻസിഡൻ്റലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഷുറൻസിൻ്റെ കേസിൽ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് അധികം അങ്ങനെ ഓംബുഡ്സ്മാനിലൊന്നും പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അതിനൊരു കാരണം കൂടിയുണ്ട്. അവിടെ ആനന്ദരതി എന്ന് പറഞ്ഞൊരു ബ്രോക്കർ ഇൻ ബിറ്റ്വീൻ ഉണ്ട്. ആനന്ദരതി ബ്രോക്കേഴ്സ് വഴിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആ പോളിസി നടപ്പാക്കിയിരിക്കുന്നത്. ഓംബുഡ്സ്മാനിൽ പോവുകയാണെങ്കിൽ ഈ ബ്രോക്കർ ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കറിനെയും കൂടി ഇംപ്ലീറ്റ് ചെയ്യിക്കാം. വി ആർ നോട്ട് ഗോയിങ് അഗൻസ്റ്റ് ഓൺലി ദി ഇൻഷുറൻസ് കമ്പനി, ബട്ട് വി ആർ ഓൾസോ ക്ലെയിമിങ് ഫ്രം ദി ബ്രോക്കർ. അപ്പോൾ രണ്ട് പാർട്ടീസ് അതിൽ നമുക്ക് ഒരു പാർട്ടിയും കൂടി അഡീഷണൽ ആയിട്ട് വന്നു. അതുകൊണ്ടാണ് ഈ ബ്രോക്കർ പോളിസിയിൽ റിജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, ഇൻഷുറൻസ് കമ്പനി റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കറുടെ അപ്രൂവലും കൂടി വേണം ആ റിജക്ഷന്. അതിപ്പോൾ നമ്മൾ KMDയുടെ പോളിസി ഈ സൂപ്പർ ടോപ്പപ്പിലൊക്കെ നോക്കിയാൽ അറിയാം. TPA റിജക്റ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി റിജക്റ്റ് ചെയ്താലും KM ദസ്തൂർ അത് ഫോളോ അപ്പ് ചെയ്ത് അതെങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. പക്ഷേ KM ദസ്തൂർ 2018 ശേഷം അവർ IBA 2018 വരെ KM ദസ്തൂർ ആയിരുന്നു IBA പോളിസീസ് ബ്രോക്കറായിട്ടുണ്ടായത്. പിന്നെ ഡിസിഷൻസ് UFB നിന്നും പലയിടത്തുനിന്നും ഉണ്ടായി. ബ്രോക്കേഴ്സിന് ഒരുപാട് കമ്മീഷൻ ആവുന്നു, കൂടാതെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്, പല കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, നമുക്കറിയാത്ത കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ദേ വർ റിമൂവ്ഡ് ഫ്രോം ദി അവർ ദേ ആർ സ്റ്റിൽ ദേ വെരി സ്ട്രോങ്, പക്ഷേ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇതുവരെ. കമ്മിങ് ടു IRDA റെഗുലേഷൻസ്, അവർ ഫൈനൽ പോർഷൻ, അത് ജാനുവരിയിൽ കുറച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ 2024 ആപ്ലിക്കബിൾ ഫ്രം 1/1/2024. അതിനുശേഷം പിന്നെയും ഒരു മാസ്റ്റർ പോളിസി വന്നു. അത് ദാറ്റ് കെയിം ഇൻ ജൂലൈ 20th ജൂലൈ ആണെന്ന് എനിക്ക് തോന്നുന്നു. 20th or 25th ജൂലൈ 2024 ആണ്. ദാറ്റ് ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് സെപ്റ്റംബർ. 2024 സെപ്റ്റംബർ വരുമ്പോഴേക്കും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഒരു 10-19 ഒരു 10-18 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അത് ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞുകൊണ്ട് പോവാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ഇമെൻസ് ടൈം. എല്ലാ ഏജ് ഗ്രൂപ്പ്സിനെയും കവർ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് കുട്ടികൾ, ഇൻഫൻസ്, യങ്, മിഡിൽ ഏജ്ഡ്, ഓൾഡ് ഏജ്, വെരി ഓൾഡ്, എല്ലാവർക്കും പോളിസി ഇഷ്യൂ ചെയ്യണം. അതിൽ യാതൊരു റിജക്ഷനുള്ള വഴികളും കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ പല അസുഖങ്ങൾക്കും ഇൻഡിവിജ്വൽ കേസുകളിലാണ് അത് വരുന്നത്, ഗ്രൂപ്പ് പോളിസിയിൽ വരുന്നില്ല. ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ്, PD എന്ന് പറയും. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് IBA പോളിസിയിൽ അതൊരു പ്രശ്നമല്ല, ഉണ്ടെങ്കിലും അവർ ക്ലെയിം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ പോളിസീസിൽ അവർ നേരത്തെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് 4 വർഷത്തിൽ എങ്കിലും കഴിഞ്ഞ കേസുകളെ അവർ ഇൻഷുർ ചെയ്യാറുള്ളൂ. ഇപ്പം അത് റെഡ്യൂസ് ചെയ്തിട്ട് 3 വർഷം ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെസിഫിക് ഡിസീസസിന് വെയിറ്റിംഗ് പീരീഡ് 3 years ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ഡിസീസ് എന്ന് പറയുന്നത് അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന, അവർ മെൻഷൻ ചെയ്യുന്ന അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് കുറച്ചിട്ടുണ്ട്. ദറ്റ് ഈസ് ഓൾവേസ് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ടു ദി പോളിസി ഹോൾഡർ. ഇനി സിവിയർ ഇൽനെസ് ഉള്ള കേസുകൾ പോലും എന്ന് പറയുമ്പോൾ എയ്ഡ്സ് ഉണ്ട്, ബ്ലൈൻഡ്നെസ് ഒരു ഫാക്ടറാണ്, വളരെ പിന്നെ വെനീറിയൽ ഡിസീസസ് ഉള്ള കേസുകൾ അതൊന്നും ഡിനേ ചെയ്യാൻ പാടില്ല. എയ്ഡ്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് IBA പോളിസിയിൽ അങ്ങനെ പ്രത്യേകം പറയുന്നുണ്ട്. IBA പോളിസിയിൽ എയ്ഡ്സ് ഉള്ളവരെ കവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പാടില്ല. അവർ എയ്ഡ്സ് ആണെങ്കിൽ പോലും അവർക്ക് കവറേജ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എത്രയോ ആൾക്കാർ എയ്ഡ്സ് വെച്ച് ജീവിക്കുന്നു. അത് ഹ്യൂമൻലി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ കിട്ടി. ഇറ്റ് ക്യാൻ ബി ത്രൂ ഹെറിഡിറ്ററി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പല രീതിയിലാവാം. എപ്പോഴും സെക്ഷൽ കോണ്ടാക്ട് കൊണ്ട് മാത്രം ആവണമെന്നില്ലല്ലോ. അപ്പോൾ അവരൊക്കെ എന്തിനാണ് ഒരു ലാർജ് പോപ്പുലേഷൻ ഐസൊലേറ്റ് ചെയ്ത് സൊസൈറ്റിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്കും പോളിസി ഇഷ്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ആയുഷ് ട്രീറ്റ്മെൻറ്റ്സ്, അത് മെയിൻലി കവർ ചെയ്യുന്നത് ആയുർവേദം, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി,
എന്നൊക്കെ പറഞ്ഞ് ഉള്ള എല്ലാ കാറ്റഗറിയും അതൊക്കെ ദേ ഷുഡ് ബി ഗിവൺ. അവർക്ക് ലിമിറ്റ് ഫിക്സ് ചെയ്യരുത്. അവർക്കും ഫുള്ളി കവേർഡ് പോളിസീസ് തന്നെ ആയിരിക്കണം. പലർക്കും ഒരു പേടിയുണ്ട്, ആയുർവേദത്തിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിദ്ധവൈദ്യ ട്രീറ്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ കാശ് കിട്ടാതെ വരുമോ, റീഇംബേഴ്സ്മെന്റ് വരുമോ, അങ്ങനത്തെ ഫിയേഴ്സൊക്കെ അത് അലൈജ് ചെയ്യാനായിട്ട്, അത് മാറ്റി നിർത്താനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. നിങ്ങൾ ഏത് ട്രീറ്റ്മെന്റിന് പോയാലും ദേ ഷുഡ് ബി റീഇംബേഴ്സ്ഡ് എന്നുള്ളത്. പിന്നെ ടൈലർ മെയ്ഡ് പ്ലാൻസ് സീനിയർ സിറ്റിസൺസിന് ഫോം ചെയ്തിട്ട് കൊടുക്കണം. അത് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ IBAയുടെ ടൈലർ മെയ്ഡ് പോളിസിയാണ്, സീനിയർ സിറ്റിസൺസ് ആണ്. അങ്ങനെ അവർക്ക് ഫേവറബിൾ ആയിട്ട് പ്ലാൻസ് ഓഫർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ സീനിയർ സിറ്റിസൺസിന് ഇത്തിരി ആശ്വാസം, ഇത് പണ്ടേ അത് പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു റൂളായിട്ട് വന്നിട്ടില്ല. ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ചാനൽ, സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ചാനൽ ഷുഡ് ബി ദെയർ ഫോർ ദ റിട്ടയറീസ്. റിട്ടയറീസിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചാനൽ പ്രത്യേകം ഇൻഷുറൻസ് കമ്പനീസ് വെക്കണം. പിന്നെ വേറൊരു അത് ഇൻഡിവിജ്വൽ പോളിസീസിൽ വരുന്നൊരു കാര്യമാണ്. മൊറട്ടോറിയം റെഡ്യൂസ് ഫ്രം 8 to 5 years. പണ്ട് മൊറട്ടോറിയം, ഇപ്പോൾ പഴയ കേസുകൾ നിങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 8 വർഷമൊക്കെ ആയിട്ട് പോളിസിയുള്ള ആൾക്കാരെ 9ാമത്തെ വർഷം ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് 5 വർഷം നിങ്ങൾ അദ്ദേഹത്തെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് വരരുത്, 5 വർഷത്തിന് മുമ്പ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഡിനൈ ചെയ്യരുത്. അതാണ് മൊറട്ടോറിയം പീരീഡ് റെഡ്യൂസ്ഡ് ഫ്രം 8 to 5 years എന്ന് പറയുന്നത്. പിന്നെ വളരെയധികം ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. റെക്കമെൻഡേഷൻ അല്ല, ഇറ്റ്സ് ഗോയിങ് ടു ബി പ്രാക്ടിക്കൽ എന്ന് എനിക്ക് തോന്നുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഇഷ്യൂ ബെനിഫിറ്റ് ബേസ്ഡ് പോളിസീസ് ഫോർ എ കവേർഡ് ഡിസീസ്. അതായത് ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ നമ്മൾ ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സിന് കൊടുക്കുന്ന പോലെ ബെനിഫിറ്റ് ലംസം എമൗണ്ട്, ഇല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ അയാൾക്ക് ലംസം പേയ്മെൻറ്റ് റീഇംബേഴ്സ്മെൻറ്റ് പേപ്പേഴ്സ് വെച്ചിട്ടല്ല, അതങ്ങോട്ട് കൊടുക്കണം. അത് എൻകറേജ് ചെയ്യണം. ബെനിഫിറ്റ് ബേസ്ഡ് പോളിസീസ് ആണ് ഇൻഡിവിജ്വൽ അസുഖങ്ങൾക്ക് ഇനി അങ്ങോട്ട് എൻകറേജ് ചെയ്യേണ്ടത്. നോട്ട് ഓൾ ദിസ് വോള്യൂമിനസ് പേപ്പർ വർക്ക് ആൻഡ് ഹോസ്പിറ്റൽ ബിൽസ് ആൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കടലാസുകൾ അയക്കലും പിടിക്കലും അത് ഒഴിവാക്കി ബെനിഫിറ്റ് ബേസ്ഡ് പോളിസീസ് ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കറിഞ്ഞൂടാ, അപ്പോൾ വളരെയധികം ഈ TPAയുടെ വർക്കൊക്കെ കുറയും, നമ്മുടെ പേഷ്യൻസിൻ്റെ വർക്കും വളരെ കുറയും. ഇത് മുഴുവൻ കടലാസുകൾ മുഴുവൻ കെട്ടിപ്പറക്കി റീഇംബേഴ്സ്മെൻറ്റ് അയക്കലും പിടിക്കലും പ്രീയും പോസ്റ്റും അതും വയ്യാണ്ട് കിടക്കുന്ന ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹ്യൂമൺ ആണത്. അതിനൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ, നല്ലൊരു കാര്യം തന്നെയാണ്, അതിലേക്ക് ഞാൻ വരാം. ഇനി ഒരാൾ മൾട്ടിപ്പിളായിട്ട് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എടുത്തിട്ടുണ്ടെന്നിരിക്കാം. ക്യാൻസറിന് അയാൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് 5 ലക്ഷം ബെനിഫിറ്റ് പോളിസി എടുത്തിട്ടുണ്ട്. അയാൾ വേറെ ഒരു 10 ഇൻഷുറൻസ് കമ്പനിയിൽ കൂടി 5 ലക്ഷം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 ലക്ഷം വെച്ചിട്ട് 5 ആവണമെന്നില്ല കേട്ടോ, ഞാനൊരു എമൗണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. 10 ആകാം, 20 ലക്ഷം ആവാം. ഒരു പോളിസി ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എടുത്ത ആൾക്കാർക്ക് അവർ 10 ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിലും 10ഉം പേ ചെയ്യണം. 10 ആ ക്ലെയിംസും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മറ്റേത് ഒന്നും തരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 5 ലക്ഷം ആണെങ്കിൽ 10 നിന്ന് എടുത്താൽ 50 ലക്ഷവും കൊടുക്കേണ്ടി വരും. മൾട്ടിപ്പിൾ പോളിസീസ് എടുത്ത ആൾക്കാർക്ക് എല്ലാം ഓണർ ചെയ്യണം എന്നുള്ള ഒരു റൂളാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇക്കാലത്ത് എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പോളിസി കിട്ടും, പക്ഷേ അതിലുള്ള പ്രശ്നം പ്രീമിയം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പിന്നെ എല്ലാ പോളിസിക്കും നിർബന്ധമായിട്ടും കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ ഏതൊക്കെ പോളിസിയാണ്, എന്തൊക്കെയാണ് കവർ ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. കസ്റ്റമറിനുള്ള ഇൻഡിവിജ്വലൈസ്ഡ് കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ്സ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ ഇൻഷുറൻസ് കമ്പനീസും. പിന്നെ ഉള്ള ഒരു കാര്യം, നമ്മൾ ഒരുപാട്
വാട്സപ്പിൽ കൂടെയൊക്കെ കൊട്ടിഘോഷിച്ചതാണ്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് 100% ക്യാഷ്ലെസ് സെറ്റിൽമെന്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് മാത്രമല്ല, നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിലും ക്യാഷ്ലെസ് ഇംപ്ലിമെന്റ് ചെയ്യണം. അത് 100% ക്യാഷ്ലെസ് ആയിരിക്കണം. ഇനി റീഇംബേഴ്സ്മെന്റ് പരിപാടി റെഡ്യൂസ് ചെയ്ത് ഇല്ലാതാക്കാനാണ് ഒരു ഉദ്ദേശം. എന്ന് വെച്ചാൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തോരം വർക്ക് ലോഡാണ് വരുന്നത്. ഇത് മുഴുവൻ ബിൽസ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഗ്യാദർ ചെയ്ത് പോസ്റ്റ് പ്രീ ഹോസ്പിറ്റലൈസ്ഡ് ഉള്ള പീരീഡ് അത് മുഴുവൻ സ്കാൻ ചെയ്യുക, അത് കൊണ്ടു കൊടുക്കുക ഓഫീസിൽ, അതിന് മറുപടി കിട്ടുക, പിന്നെ മറ്റേത് കിട്ടിയില്ല എന്ന് പറയുക. അപ്പോൾ മറ്റേതൊക്കെ ആണെങ്കിൽ അതൊന്നും ഇല്ലല്ലോ. എവറിത്തിങ് ഈസ് ബിറ്റ്വീൻ സ്കാൻഡ് ഇഷ്യൂസ് ആണ്, കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത്. പിന്നെ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്യാഷ്ലെസ് റിക്വസ്റ്റ് ഹോസ്പിറ്റലിൽ കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 hour അതിനുള്ള റിപ്ലൈ കിട്ടിയിരിക്കണം ഹോസ്പിറ്റലിന്. വന്നിട്ടില്ല, ഡിസ്ചാർജ് ചെയ്യണ സമയം വരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഹോസ്പിറ്റലുകാർ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്യാഷ്ലെസ് റിക്വസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സെൻഡ് ചെയ്യണം. വിതിൻ 1 hour റെസ്പോൺസ് വരും. അതനുസരിച്ച് ചിലപ്പോൾ കൊറി ആയിരിക്കാം, ചിലപ്പോൾ ക്ലാരിഫിക്കേഷൻ ആയിരിക്കാം, അതെല്ലാം കൊടുത്ത് മുന്നോട്ട് പോകണം. അതേപോലെ തന്നെ ഡിസ്ചാർജ് രാത്രി മുഴുവൻ ഇരുന്ന് പിറ്റേ ദിവസം ഇരുന്ന് ആശുപത്രി വിടാതെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് കിട്ടിയിട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരുന്ന കുറേ കേസുകളുണ്ട്. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 day എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നത്, ഇത് സാങ്ഷൻ വരാൻ വേണ്ടി നിൽക്കുന്നത് റൂം റെന്റ് ചാർജ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമുക്ക് പല കേസുകളിലും ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കിടന്ന് ഒരുപാട് ഗുസ്തി പിടിക്കണം. അതാണ് അതിൻ്റെ പ്രശ്നം. പിന്നെ ഈ ഡിസ്ചാർജ് കേസിൽ എല്ലാ ബിൽസും കുറയൊന്നും ഇല്ലാതെ എല്ലാം അയച്ചു കഴിഞ്ഞാൽ വിതിൻ 3 hours അത് സാങ്ഷനായി കൊടുക്കണം. പേഷ്യൻറ്റിനെ രാത്രി മുഴുവൻ അവിടെ ഇരുത്താനൊന്നും പറ്റില്ല. സാധാരണഗതിയിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരുമാതിരി എല്ലാ ഹോസ്പിറ്റലിലും ഫൈനൽ ബിൽസ് അയക്കും ഡിസ്ചാർജ് ചെയ്യുന്ന ഡേറ്റ്. അപ്പോൾ ബൈ 4 o'clock 5 o'clock ആകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഇനി അങ്ങനെ വീട്ടിൽ പോകാൻ ധൃതിയുണ്ടെങ്കിൽ അഡ്വാൻസ് ബില്ലായിട്ട് അടച്ചിട്ട് പിന്നീട് തിരിച്ചു തരുന്ന രീതിയിൽ അങ്ങനെ ധൃതി പിടിച്ച് വീട്ടിൽ പോകേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ പോവാം. അത് വേറെ കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ പല ആൾക്കാരും മരിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് ഡെത്ത്സ് ഈ ബോഡി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത് ആശുപത്രിക്കാർ. പേയ്മെൻറ്റ് കിട്ടിയാലേ ബോഡി റിലീസ് ചെയ്യുന്നു എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. മരിച്ചു കഴിഞ്ഞാൽ ബോഡി ഷുഡ് ബി റിലീസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് പേയ്മെൻറ്റ് ഒബ്റ്റെയിൻഡ് ലേറ്റർ ഓർ ഓൺ സെറ്റിൽമെൻറ്റ്. അതൊരു ബാർഗെയിനിങ് ആയിട്ട് ബോഡി വെച്ചുകൊണ്ട് കളിക്കരുതെന്ന് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ, ക്ലെയിംസ് റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അവർ മാത്രമായിട്ട് അങ്ങ് റിജക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ദേ ഹാവ് ടു get the consent of a committee. ആ കമ്മിറ്റിയിൽ ബാങ്കിൻ്റെ ആളുണ്ടാവും, ഇൻഷുറൻസിൻ്റെ ആളുണ്ടാവും, TPയുടെ ആളുണ്ടാവും. ഇവരൊക്കെ വെറ്റ് ചെയ്ത് എല്ലാവരും പറയുകയാണ് അത് റിജക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാം. അങ്ങനെ റിജക്റ്റ് ചെയ്താലും ദി പേഷ്യൻ ക്യാൻ ഗോ ടു ഓംബുഡ്സ്മാൻ. ദാറ്റ് ഈസ് അനദർ തിങ്. ഓംബുഡ്സ്മാൻ മാത്രമല്ല, കൺസ്യൂമർ കോർട്ട് ഉണ്ട്, അത് ലീഗൽ കോർട്ട്സ് ഉണ്ട്. അതിലേതാന്നുള്ളത് ദേ ക്യാൻ ചൂസ്. ബട്ട് എനിക്ക് പ്രാക്ടിക്കലി കണ്ടിരിക്കുന്നത് ഓംബുഡ്സ്മാൻ ആണ് ഫാസ്റ്റായിട്ട് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ റെപ്യൂഡിയേഷൻ എല്ലാം റിജക്ഷൻ ഉണ്ടെങ്കിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് ഗോട്ട് വെറ്റഡ് ബൈ ദി കമ്മിറ്റി. അല്ലാതെ അവർ ഒരാൾ മാത്രം പറഞ്ഞുകൊണ്ട് അതും കേട്ടുകൊണ്ടിരിക്കരുത്. പ്രത്യേകിച്ച് TPA ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത് ഒരുപാട് കറസ്പോണ്ടൻസ് TPA അങ്ങനെ തന്നു, അത് ചെയ്തു, TPA ഗ്രീവൻസ് ഇങ്ങനെ എസ്കലേറ്റ് ചെയ്ത് 10ഉം 20ഉം ഇമെയിൽസ് അയച്ച് അതിൻ്റെ കോപ്പി സകല GM-നും എല്ലാവർക്കും അയച്ച് വന്നു കഴിയുമ്പോൾ ആരും അത് നോക്കില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പേഴ്സണെ അഡ്രസ്സ് ചെയ്ത് അതും അയാൾക്ക് ടേക്കപ്പ് ചെയ്യാതെ സകലവർക്കും കോപ്പി വെച്ചിട്ട് ഉള്ള കറസ്പോണ്ടൻസ് ഒരുപാട് ഞാൻ റിട്ടയറീസിൻ്റെ കേസിൽ കാണുന്നുണ്ട്. ഇവിടെ ഓംബുഡ്സ്മാനെ അടക്കം കോപ്പി വയ്ക്കുന്നുണ്ട് കറസ്പോണ്ടൻസിൻ്റെ. അത് ശരിയായ രീതിയേ അല്ല. അത് ഉള്ള അറ്റൻഷനും കൂടി ഡൈവേർട്ട് ചെയ്ത് പോവുകയുള്ളൂ. ഇൻസിഡൻ്റലി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു വളരെ നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട്. ഈ TPA പേഷ്യൻറ്റിന് ആയിട്ടുള്ള കറസ്പോണ്ടൻസ് കുറയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻറ്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ മറ്റേ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല, ഈ സാധനം സ്കാൻ കോപ്പി എൻക്ലോസ് ചെയ്തിട്ടില്ല, എക്സ്റേ കോപ്പി എൻക്ലോസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണ അങ്ങനെയാണല്ലോ ഇപ്പോൾ വരുന്നത്. പേഷ്യൻറ്റിന് സുഖമില്ലാത്ത ആളുകളുടെ അടുത്തൊക്കെയാണ് ഈ കറസ്പോണ്ടൻസ് മുഴുവൻ വരുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഫ്രം 30th of September
TPA should collect claim documents direct from the hospital എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് TPAക്ക് എന്തെങ്കിലും കടലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ കോൺടാക്ട് ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾ വാങ്ങിച്ചെടുക്കുക നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. ഡോണ്ട് ഡിസ്റ്റർബ് ദി പേഷ്യൻറ്റ്. വളരെ നല്ല പണ്ടേ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്തോരം തീരെ വയ്യാത്ത ആൾക്കാരാണ് ഈ നടന്നും പിടിച്ചും കാർ പിടിച്ചും ഒക്കെ അവരുടെ മക്കളും ഒക്കെ ഇങ്ങനെ കയറി ഇറങ്ങി TPA ഓഫീസിലൊക്കെ പോകുന്നത്. ഓരോ തവണ ഓരോ ഒരു കടലാസ് കൊടുത്തു കഴിയുമ്പോൾ മറ്റേ കടലാസ് കാണുന്നില്ല എന്ന് പറയും. പിന്നെ പക്ഷെ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു. ഓക്കെ, ഇനിയോ അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. ഡയറക്റ്റ് ഫ്രം ദി ഹോസ്പിറ്റൽ വാങ്ങാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ പേഷ്യൻ്റായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നത്? ഇഫ് യു വോണ്ട് ക്ലാരിഫിക്കേഷൻ ഫ്രം ദി ഹോസ്പിറ്റൽ, TPA ഷുഡ് ഗെറ്റ് ഇറ്റ് ഫ്രം ദി ഹോസ്പിറ്റൽ. അതാണ്. പിന്നെ കേസുകൾ, എല്ലാവരും ഒന്നും കേസിനൊന്നും പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു കേസിന് പോയ പലർക്കും ഫേവറബിളായിട്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ അവാർഡ് ഓംബുഡ്സ്മാൻ കൊടുത്തിട്ട് പോലും പേയ്മെൻറ്റ് നടത്താതെ ഇരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും 5000 രൂപ വെച്ച് ഇൻഷുറൻസ് കമ്പനി ഡാമേജസ് ആ ഫേവറബിൾ അവാർഡ് കിട്ടിയ ആൾക്ക് കൊടുക്കണം. 10 ദിവസം വെച്ച് ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ ഫൈൻ വരും. വളരെ നല്ലൊരു കാര്യമാണ്, ക്വിക്ക് ആക്ഷന്. അപ്പോൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ ചേഞ്ച് ഇതൊക്കെ റൂളായിട്ട് വരണതിന് മുമ്പ് തന്നെ ഇപ്പോൾ തുടങ്ങി. ഓംബുഡ്സ്മാൻ അവാർഡ് കയ്യിൽ കിട്ടുമ്പോഴേക്കും അവിടുന്ന് TPAയുടെ കോൾ വരും, ഞങ്ങളത് വേറൊരു നമ്പർ ഇട്ടിട്ട് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യു വിൽ ബി പെയ്ഡ് ഇമ്മീഡിയറ്റ്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തടി തപ്പാനുള്ള വഴികളൊക്കെ നോക്കും. പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, ഫാസ്റ്റായിട്ടൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ്. അതായത് TPA ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു റെമ്യൂണറേഷൻ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ, മേ ബി 5%. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞൂടെ, എത്രയാണ് ക്ലെയിമിൻ്റെയോ അല്ലെങ്കിൽ അവർ പ്രോസസ് ചെയ്യുന്നതിൻ്റെ എത്ര ചാർജോ അവർക്ക് പേയ്മെൻ്റ് ആയിട്ട്. നാച്ചുറലി ബിസിനസ് ആണല്ലോ, തേർഡ് പാർട്ടി കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഒരു റെസ്ട്രിക്ഷൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദിസ് TPAക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ കസ്റ്റമർ ഫീഡ്ബാക്ക്. കസ്റ്റമർ വളരെ മോശമായിട്ട് ഈ TPA പറ്റി പല കസ്റ്റമേഴ്സും കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ TPAയുടെ റെമ്യൂണറേഷൻ കുറയാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ കസ്റ്റമറിന് ഒരു വോയിസ് അവിടെ വന്നിട്ടുണ്ട്, ഒരു ശക്തി കിട്ടിയിട്ടുണ്ട്. മോശം സർവീസ് ഓഫർ ചെയ്യുന്ന TPAസിന് റെമ്യൂണറേഷൻ കുറയ്ക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കുറയ്ക്കണം എന്നാണ് ഇൻഷുറൻസ് ഡയറക്ഷൻസ്. ഇനി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല, ഇപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, IBA തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും അവിടെ, അങ്ങനെയാണെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ സക്സസ് ആയില്ലെങ്കിൽ അത് വിത്തിൻ 90 days, അതായത് അത് തുടങ്ങുന്നതിന് 90 days മുമ്പ് സൂട്ടബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റ് പോളിസി ആ കമ്പനി തന്നെ ഓഫർ ചെയ്യണം. അല്ലാതെ വെറുതെ യൂണിലാറ്ററലായിട്ട് വിഡ്രോ ചെയ്തിട്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഊരി പോരാൻ പറ്റില്ല. അപ്പോൾ നോക്കൂ, ഇത് എല്ലാം കൂടി വളരെ റോസി ആയിട്ടൊരു പിക്ചറാണ് വരുന്നത്. എവരിവൺ ഈസ് ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി ഉള്ള ക്രിട്ടിക്കൽ കാര്യം റേറ്റ്സ് ആണ്, പ്രീമിയം റേറ്റ്സ് ആണ്. പാവപ്പെട്ടവരുണ്ട്, പൈസയുള്ള ആൾക്കാരുണ്ട്. എനിക്കതിൽ പറയാനുള്ളത്, ഞാൻ പേര് മെൻഷൻ ചെയ്യുന്നില്ല, റിട്ടയറി അല്ല, യൂണിയൻ ഓർഗനൈസേഷൻ്റെ തന്നെ ജനറൽ സെക്രട്ടറി ഇത്തവണ ബേസ് പോളിസി മാത്രം എടുത്തുള്ളൂ 2 ലക്ഷത്തിൻ്റെ. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്യാണ്. അദ്ദേഹത്തിന് കിട്ടിയത് ചെറിയൊരു സംഖ്യയാണ്. അത് അദ്ദേഹം ഒരു പ്രിൻസിപ്പളിൻ്റെ ബേസിൽ എടുത്താണ്. ഈസ് എ പ്രിൻസിപ്പൽ പേഴ്സൺ. പുള്ളി പറഞ്ഞു, ഇതുപോലത്തെ ഉള്ള റേറ്റ് ഒന്നും കൊടുത്ത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല IBA പോളിസി, എനിക്ക് ബേസ് മാത്രം മതി. ശരിയാണ്, ആ പ്രിൻസിപ്പിളൊക്കെ കറക്റ്റാണ്. പക്ഷേ പൈസ കൊടുക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞപ്പോൾ ഹ്യൂജ് ലോസ് ആണ് അദ്ദേഹം, ബിക്കോസ് ഹി ഹാഡ് ടേക്കൺ ഓൺലി 2 lakh ബേസ് പോളിസി അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത്. അത് അങ്ങനെ ഐസൊലേറ്റഡ്, കേരളത്തിലെ മാത്രമല്ല പലയിടത്തും അങ്ങനത്തെ സിറ്റുവേഷൻസും ഫീഡ്ബാക്കും കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരുപാട് ആൾക്കാർ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അറിയാതെ തന്നെ വേറെയും ചില ഇഷ്യൂസ് ഉണ്ട്, അതൊന്നും ഇപ്പോൾ പറയുന്നത് ശരിയല്ല.
കുറേ കാർഡുകളൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഏത് കാർഡാണെന്നോ ഏത് വർഷത്തെ കാർഡാണെന്നോ പോലും അറിയാതെ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ പുലിവാലാവുന്ന കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ റയർ കേസുകളാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഒരു നോർമൽ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ കുട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ടോ നെയ്ബേഴ്സിനെ കൊണ്ടോ ഈ കാര്യങ്ങളെല്ലാ ഇഷ്യൂസും സോർട്ട് ഔട്ട് ചെയ്യാം. അതിനൊരു അഡ്വൈസറോ അതിന് പ്രത്യേകിച്ച് ഒരു എഫേർട്ടോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ കോമൺ സെൻസ് തിങ് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നുള്ളത്. അത് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവണം. അങ്ങനെ ഒരു ഇതിന് ഒരു അസിസ്റ്റൻസിൻ്റെ ഒരു ആവശ്യം തന്നെ വരുന്നില്ല, വരാത്ത ഒരു സ്റ്റേജിലേക്ക് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്ന് വെച്ചാൽ അതാണല്ലോ വേണ്ടത്. ബേസിക് ആയിട്ടുള്ള നോളജും സംശയം ഉണ്ടെങ്കിൽ സംശയം അത് അറിയാവുന്ന ആൾക്കാരുടെ നിന്ന് ദൂരീകരിക്കുകയും അല്ലാതെ തെറ്റായ അഡ്വൈസ് കൊടുത്ത് ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രിവേലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും തെറ്റായ അഡ്വൈസുകൾ പലരും കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിനെ പറ്റിയും കൊടുക്കുന്നുണ്ട്, ഡോക്ടേഴ്സിനെ പറ്റിയും കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസിനെ പറ്റിയും കൊടുക്കുന്നുണ്ട്. ഇനി എന്താണ് കൊടുക്കാത്തതെന്ന് മാത്രമേ ഉള്ളൂ സംശയമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു അഭിപ്രായം ചോദിക്കാൻ പോലും പേടിയാണ്. അപ്പോൾ ഇത് തന്നെ വളരെയധികം ഓവറായിപ്പോയി. എനി ടൈം എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓഫീസ് അവേഴ്സോ അല്ലെങ്കിലോ ഒന്നും കുഴപ്പമൊന്നുമില്ല. മീറ്റിംഗ് കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, ഇനി മീറ്റിംഗ് കഴിഞ്ഞ് ക്ലാരിഫിക്കേഷൻ കൂടി കഴിയുമ്പോഴേക്കും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ ഡൗട്ടുകളും അത് യു ഡിസൈഡ്. ഐ ആം ഫ്രീ അപ് ടു 5 o'clock. ഐ വിൽ ബി ഹിയർ. പേഴ്സണലായിട്ട് വേണമെങ്കിൽ കണ്ടു ചോദിക്കാം, അതല്ലെങ്കിൽ പബ്ലിക്കായിട്ടും ചോദിക്കാം. ദറ്റ് സംഘാടകർ തന്നെ തീരുമാനിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ ഹിയറിംഗ് മീ ഔട്ട്. ഇത് ഇത്രയും സമയമൊന്നും സാധാരണഗതിയിൽ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് യൂട്യൂബിലാണെങ്കിൽ ഞാൻ കിടക്കാൻ നേരത്ത് ഒരു മണിക്കൂർ 3/4 മണിക്കൂറിൻ്റെയൊക്കെ ആണെങ്കിൽ ഞാൻ വിഷ്വലൊന്നും കാണാൻ നിൽക്കില്ല, കേൾക്കും എന്താ പറയണമെന്ന്. അപ്പോഴേക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഉറങ്ങിപ്പോവും. അതാണ് സംഭവിക്കുന്നത്. അത് തന്നെയാണ് സംഭവിക്കുക. എന്ന് വെച്ചാൽ ഇക്കാലത്ത് ആൾക്കാർക്ക് കണ്ടന്റ് അല്ലല്ലോ വേണ്ടത്, അവർക്ക് എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും. അവരുടെ ജീവിതം അത്രയും ദുസ്സഹമാണ്, അവർക്ക് വേറെ അവന്യൂസ് ഒക്കെ ആണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ നോളജ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്ലീസ് പെർമിറ്റ് മീ ടു കൺക്ലൂഡ്. താങ്ക് യു. ഗുഡ് ഡേ. ഓക്കെ, താങ്ക് യു.